എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങള്? ഹാപ്പി അല്ലേ? കുറച്ചും കൂടെ ഒന്ന് ഉഷാറാക്കൂ, മെസ്സേജുകള് വരട്ടെ. ഉഷാറല്ലേ എല്ലാരും? എല്ലാവരും ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ തന്നെ ആവട്ടെ. എല്ലാവർക്കും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യമൊക്കെ നിറയട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച് പാത്തുമ്മ മാം, സൂറ മാം, രാജലക്ഷ്മി മാം, ഉമേബ മാം. വീഡിയോയിൽ വന്ന എല്ലാവർക്കും എന്റെ സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുകയാണ്. ഗഫൂർ സാറ്, ഫൽസല മാം, നജ്മ മാം. ഓക്കെ, കുറച്ചും കൂടെ ആളുകൾ വീഡിയോയിൽ വരൂ. ഓക്കെ, അപ്പൊ നമ്മളെ ചെറുപ്പത്തിലൊക്കെ കുറെ കഥകൾ വായിച്ചിട്ടുണ്ടാവും അല്ലെ? കഥകളില്, കവിതകളിലൊക്കെ നമ്മള് അറിഞ്ഞിട്ടുള്ള, വായിച്ചിട്ടുള്ള നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അല്ലെ? അത് ആ ഒരു കഥകൾ വായിക്കുമ്പോ, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള മുത്തശ്ശനും മുത്തശ്ശി, അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസ്, ഉപ്പപ്പ അല്ലെ, അച്ചച്ചൻ, അച്ചമ്മ എന്നൊക്കെ പറയുമ്പോ വല്ലാത്തൊരു ഫീലിംഗ് ആണ് അല്ലെ? അവരെ കാണുമ്പോ നമുക്ക് വല്ലാത്തൊരു ഇഷ്ടമാണ്. നമ്മുടെ മനസ്സിൽ ഓർക്കുമ്പോ തന്നെ ഒരു മുത്തശ്ശൻ എന്ന് ഓർക്കുമ്പോ നിങ്ങളുടെ മൈൻഡിൽ വരുന്ന ഒരു മുത്തശ്ശൻ എങ്ങനെയാണ് അവരെ നമ്മളിങ്ങനെ ഓർക്കുമ്പോ തന്നെ എങ്ങനെയാണ് നിങ്ങളുടെ കണ്ണിലെ ഒരു മുത്തശ്ശനെ കുറിച്ച് ചിന്തിക്കുമ്പോ എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ ഒരു മുത്തശ്ശിയെ കുറിച്ച്? ഇപ്പൊ ആരെയും കണ്ടാൽ മുത്തശ്ശനാണ് മുത്തശ്ശിയാണെന്നൊന്നും പറയില്ല അല്ലെ? നല്ല സ്നേഹാണ്. അല്ല, നമ്മുടെ ഒരു അപ്പിയറൻസ് അല്ലെ, ആ നരച്ച മുടി, വായില് പല്ലില്ലാത്ത അല്ലെ, താടിയൊക്കെ ഇങ്ങനെ ഇങ്ങനെ നീണ്ടിട്ട് അല്ലെ, പല്ലില്ലാതാവുമ്പോ ആ ഒരു അപ്പിയറൻസ് വരാറുണ്ട് അല്ലെ? എന്നാൽ ഇപ്പോഴത്തെ മുത്തശ്ശനും മുത്തശ്ശനും അങ്ങനെ കണ്ടാ നമുക്ക് പറയാൻ പറ്റൂല അല്ലെ? അല്ലെ, ഞാനിപ്പോ പറയണില്ല, ഇപ്പൊ നമ്മുടെ വത്സമേമനൊക്കെ കണ്ടാലും മുത്തശ്ശിയാണെന്ന് പറയോ? ഇല്ല അല്ലെ? കുറെ ആളുകൾ ഗഫൂർ സാറിനെ കണ്ടല്ലേ, ആരെ കണ്ടാലും ഒരു പറയില്ല, ഒരു ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ലുക്കാണ് നമ്മള് നമ്മുടെ കഥകളിലൊക്കെ വായിച്ചിട്ടുള്ളത്. കാരണം അവരുടെ ഒരു ഡ്രസ്സിങ്ങും, പിന്നെ അതുപോലെ തന്നെ അപ്പിയറൻസും, അതുപോലെ സ്വഭാവമൊക്കെ ഒരു വേറൊരു തരത്തിലുള്ളതാണ് അല്ലെ? കഥ പറയുന്ന അല്ലെ, നമ്മുടെ കഥാപുസ്തകത്തിലൊക്കെ നമുക്ക് ഇപ്പം ഇമാജിൻ ചെയ്യാൻ പറ്റും. ഒരു കാലൊക്കെ നീട്ടിയിട്ട് ഉമ്മറപ്പടിയില്, അല്ലെങ്കിൽ വരാന്തയില്, കോലായിലൊക്കെ കാലൊക്കെ നീട്ടി കുട്ടികളുടെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ കുറെ കുട്ടികളൊക്കെ ഇരുന്ന് കഥ പറയുന്ന, മുറുക്കാൻ അല്ലെ, മുറുക്കിക്കൊണ്ട് ചവച്ച് തുപ്പിക്കൊണ്ട് ഇങ്ങനെ കഥകളൊക്കെ പറയുന്ന കുറെ മുത്തശ്ശി കഥകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ? നമ്മൾ കേട്ടിട്ടുണ്ടാവും. ആ കഥകളിലൂടെ നമ്മൾ അറിയുന്ന കുറെ മുത്തശ്ശിമാരുണ്ട്. നല്ല രസമാണ് കഥകൾ വായിക്കാനല്ലേ? നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നു, നമ്മൾ ആസ്വദിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മളെ, എന്നാലും നമ്മളൊരു മുത്തശ്ശൻ മുത്തശ്ശിയാകുന്ന സമയത്തും അതുപോലെ തന്നെയാണ് അല്ലെ? ആ ഒരു വികാരം എന്ന് പറയുന്നത് വല്ലാത്തൊരു, ആ ഒരു നമ്മളെ ഒരു അച്ഛൻ അമ്മ അല്ലെങ്കിൽ ഉമ്മ ഉപ്പ എന്ന ആ ഒരു ബന്ധത്തെക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഉള്ളിൽ കുറെ കൂടെ സ്നേഹം നിറയുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ ഈ ഒരു മുത്തശ്ശനാവുക, അല്ലെങ്കിൽ മുത്തശ്ശിയാവുക, അല്ലെങ്കിൽ ഒരു ഗ്രാൻഡ് പാരന്റ് ആവുക എന്നുള്ളത് അല്ലെ? നമുക്ക് വല്ലാത്ത ആ ഒരു സ്നേഹം നമുക്ക് ഒരാൾക്ക് മനസ്സിലാകണമെങ്കിൽ അവരൊരു മുത്തശ്ശനോ മുത്തശ്ശിയോ ആവണം എന്നാണ് പറയാ. അത്രയും സ്നേഹമാണ് അവരുടെ ഉള്ളില് എന്നാണ് പറയാ. അതുപോലെ തന്നെ there are no words to describe the happiness in holding your baby's baby എന്നാണ് പറയുന്നത്. നമ്മുടെ കുഞ്ഞിനെ, അതായത് നമ്മുടെ കുട്ടികളുടെ കുട്ടികളെ എടുക്കുന്നതിനെ, അതിനേക്കാളും ആ ഒരു സന്തോഷത്തെ നമുക്ക് വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂല എന്നാണ് പറയണത് കേട്ടോ. ഇത് ഞാൻ വായിച്ചതാണ്, ഇത് കണ്ടതാണ്, പക്ഷെ ഞാനത് അനുഭവിച്ചിട്ടില്ല. പക്ഷെ അനുഭവിച്ചവർക്ക് അറിയാം. നമ്മളിപ്പോ ഇമാജിൻ ചെയ്താൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്.
അല്ലെ? എന്റെ കുഞ്ഞിന്റെ അല്ലെങ്കിൽ എന്റെ മോളുടെ അല്ലെങ്കിൽ എന്റെ മോളിന് ഒരു കുഞ്ഞുണ്ടായാല് നമുക്ക് അവരോട് തന്നെ ഭയങ്കര ഇഷ്ടമാണ് അല്ലെ? ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അവർക്കൊരു കുഞ്ഞുണ്ടാവുക എന്ന് പറയുമ്പോൾ അല്ലെ നമ്മുടെ ഒരു ജനറേഷനാണ്. എത്ര രസമായിരിക്കും അല്ലെ? അത് അനുഭവിച്ച ആളുകൾക്ക് അറിയാം. അത്രയും സ്നേഹമാണ് ഗ്രാൻഡ് പാരന്റ്സിന് കുട്ടികളോട് എന്നാണ് പറയുന്നത് അല്ലെ? നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മളുടെ കുട്ടികളോടൊക്കെ നമ്മുടെ പാരന്റ്സിനുള്ള സ്നേഹം, അവര് കെയർ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ ഇപ്പൊ നമ്മളൊരു അല്ലെങ്കിൽ അവര് ഒരു പാരന്റ് ആയപ്പോ അവർക്ക് കുറെ കുഞ്ഞുകുട്ടി പരാധീനതകളൊക്കെ ഉണ്ടാവും അല്ലെ? കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ കല്യാണം കഴിഞ്ഞു ചിലപ്പോൾ പെട്ടെന്ന് കുട്ടികളായിട്ടുണ്ടാവാം. അതിന്റെ താഴെ 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 അങ്ങനെയൊക്കെ കുട്ടികൾ വന്നു. അല്ലെങ്കിൽ എന്തായി, കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. വീട് മാറി താമസിക്കണം. അതുപോലെ തന്നെ അവരെ പോറ്റി വളർത്താനുള്ള ഇൻകം, അതുപോലെ പല കാര്യങ്ങളിലൂടെ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവര് പ്രതീക്ഷിച്ച പോലെ അല്ലെങ്കിൽ അവരുദ്ദേശിച്ച പോലെ അവർക്ക് കുട്ടികളെ കെയർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ, അത് പല കാരണം കൊണ്ടായിരിക്കാം. ഓക്കെ ഓക്കെ അപ്പോ ഞാൻ എന്തോ കമന്റ് വായിച്ചാണ് കേട്ടോ, എന്താ എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, അപ്പൊ എന്താണ് നമ്മൾ വിചാരിക്കുന്ന ഒരു തരണ്ട്. ഇപ്പൊ ഞാനാണെങ്കിൽ നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ട്, ഒരുപാട് കാര്യങ്ങൾ എന്റെ കുഞ്ഞിനെ ഇങ്ങനെ വളർത്തണം, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മെനഞ്ഞു കൂട്ടിയിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യത്തില് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ച പോലെ പലർക്കും കുട്ടികളെ വളർത്താൻ സാധിക്കാറില്ല. എന്നാൽ ആ ഒരു സമയത്താണ് നമ്മുടെ മക്കൾ വലുതായി അവർക്കൊരു കുഞ്ഞുണ്ടാവുമ്പോൾ അപ്പൊ നമ്മൾ സ്വസ്ഥമായിട്ടിരിക്കുന്ന അല്ലെങ്കിൽ വീട്ടില് ഇരിക്കുന്ന ആ ഒരു സമയത്ത് നമുക്ക് ആദ്യത്തെ പോലെ ഉത്തരവാദിത്തങ്ങളൊന്നും ഇല്ലാത്ത ആ സമയത്ത് നമ്മൾ വളരെ എൻജോയ് ചെയ്തുകൊണ്ട് ആ മക്കളെ നോക്കാറുണ്ട്. ആ മക്കളോട് അത്രയും സ്നേഹവും വാത്സല്യവും കാണിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജും കൂടിയാണ് നമ്മുടെ ഗ്രാൻഡ് പാരന്റ്ഹുഡ് എന്ന് പറയുന്നത് അല്ലെ? ആ ഒരു ഗ്രാൻഡ് പാരന്റ്സിന് അവർക്ക് ആ ഒരു സമയത്ത് നമുക്ക് നമ്മുടെ കുട്ടികളെ നന്നായിട്ട് ശ്രദ്ധിക്കാനായിട്ട് സമയം കിട്ടും അല്ലേ? അപ്പോ നമ്മുടെ ഗ്രാൻഡ് പാരന്റ് എന്ന് പറഞ്ഞാൽ ആരാണ്? അച്ഛന്റെ അച്ഛന്റെ അച്ഛൻ, അല്ലെങ്കിൽ അമ്മയുടെ അച്ഛൻ, അച്ഛന്റെ അമ്മ, അച്ഛന്റെ അമ്മയുടെ അച്ഛൻ അല്ലെ? അതായത് ഉപ്പയുടെ ഫാദറിന്റെ ഫാദർ, മദറിന്റെ ഫാദർ, ഫാദറിന്റെ മദർ, മദറിന്റെ മദർ അല്ലെ? ഇവരൊക്കെയാണ് നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഗ്രാൻഡ് പാരന്റിങ്? എന്താണ് ഗ്രാൻഡ് പാരന്റിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പാരന്റിങ് പഠിച്ചിട്ടുണ്ട് അല്ലെ? പാരന്റിങ്ങിനെ കുറിച്ച് ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഗ്രാൻഡ് പാരന്റ്സിനും കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഉണ്ട്. അതെല്ലാം നമ്മൾ ചെയ്തു പോകുന്ന ആളുകൾ തന്നെയാണ് അല്ലെ? ഗ്രാൻഡ് പാരന്റിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാൻഡ് പാരന്റിങ് ഈസ് ദ ആക്ട് ഓഫ് കെയറിങ് അല്ലെങ്കിൽ ഓർ ഇൻവോൾവ്മെന്റ്, ആക്ട് ഓഫ് കെയറിങ് ഓർ ഇൻവോൾവ്മെന്റ് വിത്ത് വൺസ് ചിൽഡ്രൻസ് ചൈൽഡ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ചിൽഡ്രൻ ഓർ ഗ്രാൻഡ് ചിൽഡ്രൻ. അതായത് നമ്മളുടെ മക്കളുടെ മക്കളെ കെയർ ചെയ്യുന്നതോ അതിൽ ഇൻവോൾവ് ചെയ്യുന്നതോ അതിൽ പങ്കാളിയാകുന്നതോ ആണ് ഗ്രാൻഡ് പാരന്റിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മള് ഒരു ഗ്രാൻഡ് പാരന്റ് എന്ന നിലയിൽ, അതായത് നമ്മുടെ മക്കളുടെ അച്ഛൻ അമ്മ എന്ന രീതിയിൽ നമ്മളുടെ പേരക്കുട്ടികളെ വളർത്തുന്നതോ അതിൽ പങ്കാളിയാകുന്നതോ ചെയ്യുന്നതാണ് ഗ്രാൻഡ് പാരന്റ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഗ്രാൻഡ് പാരന്റിങ്ങിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഓക്കെ, നമ്മളൊക്കെ മക്കളെയൊക്കെ വളർത്തുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ കൂടെ നമ്മുടെ പാരന്റ്സ് ഉണ്ട് അല്ലെ? അവര് നമ്മുടെ കൂടെ നമ്മളെ സഹായിക്കാറുണ്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട്, നമുക്ക് വേണ്ട ഗൈഡൻസ് തരാറുണ്ട്, നമ്മുടെ കൂടെ അവരുണ്ട്. അതാണ് അവരുടെ റോൾ അവർ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ? കുറച്ചും കൂടെ പേര് വരും കേട്ടോ വീഡിയോയിൽ. എനിക്ക് കുറെ ഒഴിഞ്ഞു കാണുമ്പോ ഒരു സുഖമില്ല. നിങ്ങളുടെ മുഖം കാണുമ്പോഴല്ലേ ഒരു ഓക്കെ, നോമ്പായതുകൊണ്ടാണ് കുറച്ച് ആളുകൾ കുറവാണല്ലോ. ആ, മക്കളെക്കാളും കൂടുതൽ പേരക്കുട്ടികളാണ് കെയർ ചെയ്യുന്നത്. ചില ആളുകൾ ഉണ്ടാവും കേട്ടോ, മക്കളാകണ സമയമായിട്ടുള്ളൂ അപ്പൊക്കേനും പേരക്കുട്ടികളൊക്കെ ആകുന്ന കുറെ ആളുകളുണ്ട് അല്ലെ? നമ്മുടെ അമ്മമാർക്കൊക്കെ അങ്ങനെയാണ് അല്ലെ? ഓക്കെ, വീഡിയോയിൽ വരൂ കുറച്ചും കൂടെ ആളുകള്.
താങ്ക് യു മുഹമ്മദ് സർ, റംല മാം, സൽമ മാം, സുബൈദ, ചെമീല, സൽമ മാം. ഓക്കെ, താങ്ക് യു തൈറ മാം. ഓക്കെ, അപ്പോ നമ്മുടെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ഒരു പഠന പ്രകാരം ഗ്രാൻഡ് പാരൻസ് കൂടെയുള്ള മക്കള്, ഗ്രാൻഡ് പാരൻസ് കൂടെ വളർത്തുന്ന കുട്ടികള് എന്തുണ്ടാവും, അവരുടെ ആരോഗ്യം അല്ലെങ്കിൽ അവരുടെ ക്ഷേമം വർദ്ധിക്കുന്നതായിട്ടും അവരിൽ വൈകാരികമായിട്ടുള്ള ഇമോഷണൽ ആയിട്ടുള്ള ഡിസ്റ്റർബൻസ് അല്ലെങ്കിൽ ഇമോഷണൽ ഇഷ്യൂസ്, വൈകാരിക പ്രശ്നങ്ങൾ കുറയുന്നതായിട്ടും അതുപോലെ തന്നെ അവരുടെ സ്വഭാവത്തിൽ നല്ല മെച്ചം ഉണ്ടാവുന്നതായിട്ടും നല്ല സ്വഭാവമുള്ള മക്കളാകുന്നതായിട്ടും പഠനങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമുക്കറിയാം നമ്മളുടെ ആ ഒരു ചെറുപ്പകാലത്ത് നമ്മളൊക്കെ കേൾക്കാൻ, എനിക്കില്ല കേട്ടോ, എനിക്ക് ഗ്രാൻഡ് പാരൻസിനെ കേൾക്കാണ്ടായിട്ടില്ല. എനിക്ക് 4 പേരുണ്ടെങ്കിലും ഞാൻ 3 പേരെയും ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഒരൊറ്റ ഒരാളെയും കണ്ടിട്ടുള്ളത്, പക്ഷെ അവരെന്റെ കൂടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആ ഒരു ഭാഗ്യം ഇല്ലാത്ത, അല്ലെങ്കിൽ അല്ലെ, അങ്ങനെ ഒരു ഇതില്ലാത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കത് മിസ്സിങ് ആണ് അല്ലെ. നമുക്ക് എന്താണ് അത്, ആ ഒരു ഗ്രാൻഡ് പാരന്റിങ്ങിന്റെ സ്നേഹം പറയുമ്പോൾ എനിക്ക് എപ്പോഴും മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പൊ ആ ഗ്രാൻഡ് പാരന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞേ, പറഞ്ഞപ്പോ ഞാൻ വിട്ടുപോയി, കണക്ഷൻ പോയി. ഇറ്റ്സ് ഓക്കെ. അപ്പൊ എന്താണ്, നമ്മുടെ ആ ഒരു മക്കളോട് ഉള്ള അവരുടെ ആ ഒരു സ്നേഹം, അവരെ വളർത്താനും അവരുടെ കൂടെ നിൽക്കാനും ഈ ഒരു ഗ്രാൻഡ് പാരന്റ്സ് അവര് എൻജോയ് ചെയ്യുന്നുണ്ട് അല്ലെ. അവരുടെ അത്രയും നാളത്തെ കഷ്ടപ്പെട്ട് മക്കളെയൊക്കെ വളർത്തി ഒരു വിധം സെറ്റാക്കി പിന്നെ അവര് ചെയ്യുന്ന ശരിക്ക് ഒരു ഏജ് കൂടുമ്പം ലൈക്ക് കുട്ടികളെ പോലെ ആവുകയാണ് എന്നാണ് പറയല്ലേ. കുട്ടികളെ പോലെ ആയി അവരുടെ കൂടെ അവർ കളിച്ച് ചിരിച്ച് അങ്ങനെ പോകുമ്പോൾ അങ്ങനെ പോകുന്ന ആളുകൾക്ക് അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കുറവായിരിക്കും അല്ലെ. ലൈഫ് എൻജോയ് ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അല്ലെ. കുട്ടികൾ നല്ല ടൈം പാസ് ആണ് അല്ലെ. കുട്ടികൾ നല്ല രസമാണ് അവരുടെ കൂടെ. അവരുടെ എങ്ങനെ ആവണം, നമ്മൾ അവരുടെ ആ ഒരു ലെവലിലേക്ക് അല്ലെ. ഇപ്പൊ ഒരു 3 വയസ്സ് 2 വയസ്സ് ഒക്കെ ഉള്ള കുട്ടികൾ, 1 വയസ്സൊക്കെ ഉള്ള കുട്ടികളാണ് നല്ല രസമല്ലേ. ചെറിയ കുട്ടികളെ, ഒരു ചെറിയ കുഞ്ഞു കുട്ടിയാകുമ്പോൾ രസം, എന്നാലും ഒരു 5-6 മാസമൊക്കെ ആകുമ്പോൾ നല്ല രസമല്ലേ. ചിരിയും കളിയൊക്കെ തുടങ്ങി അങ്ങനെ ആ കുട്ടികളുടെ ഓരോ ഏജ് എൻജോയ് ചെയ്ത് പോകുമ്പോൾ നമ്മളൊക്കെ നമ്മുടെ പ്രായമൊക്കെ മറന്ന് അവരുടെ കൂടെ കളിക്കണം. അപ്പൊ നല്ല രസമാണ്. അപ്പൊ നമുക്ക് ബിപിയും ഷുഗറും പ്രഷറും ഒന്നും ഉണ്ടാവില്ല അല്ലെ. നമ്മൾ അവരുടെ അതേ ലെവലിലേക്ക് നമ്മൾ മസിലിട്ട് ഞാൻ 75 വയസ്സാണ്, നീ 1 വയസ്സാണ് അല്ലെങ്കിൽ 3 വയസ്സാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വാടാന്നൊക്കെ പറഞ്ഞ വരച്ച വരയിൽ നിർത്തുന്ന ആ ഒരു സ്റ്റൈലല്ല. നമ്മള് അവരുടെ ആ ലെവലിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നമ്മുടെ ഹെൽത്തിന്, മെന്റലി നമ്മൾ നല്ല റിലാക്സ്ഡ് ആയിട്ടിരിക്കും അല്ലെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികളെ കേട്ടോ, അവരുടെ കൂടെ കളിക്കാനൊക്കെ ഇഷ്ടം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ആ ഒരു ഇതിലേക്ക് നമ്മൾ പോവാന്നുള്ളതാണ്. അപ്പോ നമുക്ക് എന്തുണ്ടാവും, നമുക്ക് നല്ലൊരു ആനന്ദം ലഭിക്കും. ഓക്കെ, എ ഗ്രാൻഡ് പാരന്റ് ഈസ് സ്ട്രോങ് ആൻഡ് ഡീപ്, ഫിൽഡ് വിത്ത് മെമ്മറീസ് ടു ട്രഷർ ആൻഡ് കീപ് എന്നാണ് പറയുന്നത്. ഒരു ഗ്രാൻഡ് പാരന്റ് എന്ന് പറയുന്നത് അവരുടെ സ്നേഹം എന്ന് പറയുന്നത് സ്ട്രോങ് ആണ്, അതുപോലെ തന്നെ ആഴമേറിയതാണ്. അവര് നമുക്ക് തരുന്ന മെമ്മറീസ് എന്ന് പറയുന്നത് ഒരു നിധി പോലെ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നതാണ് എന്നാണ് പറയുന്നത്. അത് കിട്ടിയിട്ടുള്ള ആളുകൾക്ക് അറിയാം അല്ലെ. ഇപ്പൊ നമ്മുടെ പാരന്റ്സ് ഒക്കെ ചിലപ്പോൾ നമ്മൾ ചീത്ത പറയുമ്പം അല്ലെങ്കിൽ കാര്യത്തിനായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വെറുതെ ആയിരിക്കാം, നമ്മൾ വിളിച്ച് സാരമില്ല പോട്ടെ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഒരു മിഠായി ഒക്കെ തന്നിട്ട് ഇങ്ങനെ പറഞ്ഞു വിടുന്ന വല്യപ്പന്മാരും വല്യമ്മമാരൊക്കെ നമുക്ക് ഉണ്ടായിരുന്നിരിക്കാം അല്ലെ. അപ്പൊ അതെന്ന് പറയുന്നത് ഭയങ്കര നമുക്കൊരു നല്ല ഇതാണ് അല്ലെ. ചിലർക്ക് അമ്മയുടെ സ്നേഹം കിട്ടിയിട്ടുണ്ടാവില്ല, ഉമ്മയുടെ സ്നേഹം കിട്ടിയിട്ടുണ്ടാവില്ല, പകരം വളർത്തിയതും അതുപോലെ കൊണ്ടു നടന്നതൊക്കെ വല്യമ്മമാരും വല്യപ്പന്മാരൊക്കെ ആയിരിക്കാം അല്ലെ. അതെന്ന് പറയുന്നത് ആ ഒരു ഭാഗ്യം. ഓരോരോ ബന്ധങ്ങൾക്കും അവരുടേതായിട്ടുള്ള മൂല്യങ്ങളുണ്ട് അല്ലേ. ഓക്കെ, അപ്പോ നമുക്ക് ഒരു ഗ്രാൻഡ് പാരന്റ് എന്ന രീതിയിൽ വല്യച്ഛൻ വല്യമ്മ അല്ലെങ്കിൽ വല്യുപ്പ വല്യുമ്മ എന്ന രീതിയിൽ, മുത്തശ്ശൻ മുത്തശ്ശി എന്ന രീതിയിൽ, ഇപ്പൊ ആർക്കും അങ്ങനെ മുത്തശ്ശനും മുത്തശ്ശി എന്നൊന്നും വിളിക്കണ ഇഷ്ടമല്ല അല്ലെ. അപ്പൊ വിളിപ്പിക്കുന്ന രീതിയിൽ തന്നെ ചേഞ്ചസ് ഉണ്ട്. ചിലര് ഉമ്മമ്മ ഉപ്പാപ്പ എന്ന് വിളിപ്പിക്കൂല, അതൊക്കെ ഒരു കോഡ് വെച്ചിട്ട് വിളിക്കുന്ന ഒരു രീതിയാണ് അല്ലെ. ചിലർക്ക് കുഴപ്പമില്ല, എന്നാലും അത് നല്ല രീതിയിൽ എടുക്കുന്ന ആളുകളുണ്ട്. ചിലർ പറയാ എന്നെ വല്യുമ്മ എന്നൊന്നും വിളിക്കേണ്ട കേട്ടോ, എന്നെ ഇങ്ങനെ വിളിച്ചാൽ മതി.
എന്ന് പറയുന്ന ആളുകളുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ വന്നിട്ട് ഉമ്മമ്മന്ന് അങ്ങനെ അല്ലെ, അച്ചച്ചൻ ആദ്യം എന്തായിരുന്നു വരിക, വല്യമ്മ എന്ന് വിളിച്ച സമയത്ത് ഇപ്പം അച്ചച്ചൻ അച്ചമ്മ എന്നൊക്കെ ആയിട്ടുണ്ട് അല്ലെ. ഓരോ ഇടത്തും ഓരോ രീതിയാണ് കേട്ടോ. ഉമ്മിച്ചി വാപ്പിച്ചി, ഓക്കെ, അങ്ങനെയാണ്. അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മള് ഒരു ഗ്രാൻഡ് പാരന്റ് ആയിട്ടുള്ള നമ്മുടെ റോൾ എന്താണ്, നമ്മുടെ മക്കളുടെ അടുത്ത്, കുഞ്ഞു മക്കളുടെ അടുത്ത് നമ്മൾ എങ്ങനെ ആയിരിക്കണം. നമുക്ക് ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ വെറുതെ ഇങ്ങനെ പറയുന്നു എന്നുള്ളു കേട്ടോ. ഓക്കെ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പൊ കണ്ടോ, റുക്കിയ മാം അതാ കുഞ്ഞിനെയും കൊണ്ട്, പേരക്കുഞ്ഞിനെയും കൊണ്ട് മടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ. അത് ഓക്കെ. അപ്പൊ അതില് നമുക്ക് അവരോട് എന്താണ് നമ്മുടെ കർത്തവ്യം, നമ്മുടെ കടമ, അല്ലെങ്കിൽ നമ്മുടെ റോൾ എന്താണ് അവിടെ എന്നൊന്ന് നമുക്ക് നോക്കാം. നമുക്ക് പറയാതെ തന്നെ അറിയാം എല്ലാവർക്കും എന്താണുള്ളത്, ആ കുഞ്ഞുങ്ങളോട് അൺകണ്ടീഷണൽ ലവ് ആണ് അല്ലെ. ഒരു ഉപാധികളും ഇല്ലാത്ത കറകളഞ്ഞ സ്നേഹമാണ് നമുക്ക് നമ്മുടെ പേരക്കുഞ്ഞുങ്ങളോട് ഉണ്ടാവുന്നത്. അപ്പൊ അവരെ നല്ല പോലെ സ്നേഹിക്കുക എന്നത് നമ്മുടെ ഒരു റോളാണ്, നമ്മുടെ കടമയും കൂടിയാണ് അല്ലെ. അവർക്ക് കിട്ടേണ്ടതാണ്. നമുക്ക് നമ്മുടെ പാരന്റിന്റെ സ്നേഹം കിട്ടേണ്ടതുപോലെ തന്നെ ആ കുട്ടിക്ക് കിട്ടേണ്ടതാണ് ഒരു ഗ്രാൻഡ് മദറിന്റെ ലവ് ആൻഡ് അഫെക്ഷൻ എന്ന് പറയുന്നത്, സ്നേഹവും വാത്സല്യവും. ഓക്കെ, പിന്നെന്ന് പറയുന്നത് ഇപ്പൊ ഉമ്മാന്റെ പേരും കൂടെ കൂട്ടിയിട്ടാണ് വിളിക്കാന്നൊക്കെ പറയുന്നത്. ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് വിസ്ഡം ആൻഡ് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് കുറെ ജ്ഞാനങ്ങളുണ്ട് അല്ലെ, നമ്മൾ അനുഭവിച്ചതും കണ്ടതും കേട്ടതും ആ ഒരു തരത്തില് അല്ലെ, വായിച്ചതുമായിട്ടുള്ള ഒരുപാട് അറിവുകൾ നമുക്കുണ്ട്. അതുപോലെ നമ്മൾ അനുഭവസ്ഥരാണ്. അവര് ഒരുപാട് പാഠങ്ങളൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും ഇന്നത്തെ കുട്ടികൾക്ക് അനുഭവങ്ങൾ കുറവാണ് അല്ലെ. അവർ കാണുന്നതാണ് കൂടുതൽ. ഒരുപാട് മൊബൈലിലൊക്കെ നോക്കിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ചിലപ്പോൾ വായിച്ചിട്ടാണെങ്കിലും അവർക്ക് അനുഭവങ്ങളില്ല. അപ്പൊ നമ്മുടെ അനുഭവങ്ങളൊക്കെ അവർക്ക് നമ്മൾ എന്തായിട്ട് നല്ല നല്ല അനുഭവങ്ങൾ നമ്മൾ അനുഭവിച്ചിട്ടുള്ള നമ്മുടെ വിജയ കഥകൾ, ഞാൻ ഇന്നതുപോലെ ചെയ്ത് ഇന്ന പോലെ, അല്ലെങ്കിൽ നമ്മുടെ മുൻകാല ആളുകൾ, നമ്മുടെ പൂർവികർ അല്ലെങ്കിൽ നമ്മുടെ ബന്ധത്തിലുള്ള ആളുകളൊക്കെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ കുട്ടികൾക്ക് ഉപകാരം ഉണ്ടാകുന്ന മോറൽസ് ഉൾക്കൊള്ളാൻ പറ്റുന്ന തരത്തിലുള്ള നമ്മുടെ അനുഭവങ്ങളൊക്കെ കുട്ടിയിലേക്ക് പകർന്നു നൽകുക. നമ്മുടെ കരുത്ത്, നമ്മള് ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, നമ്മുടെ ഭാവനയിലൂടെ വരുന്ന കാര്യങ്ങൾ, അത് അല്ല നമ്മൾ പറയുന്ന ഈ കാര്യങ്ങള് കുട്ടികളില് നല്ല എന്തുണ്ടാവും, ഭാവന വളർത്തും ഇല്ലേ. പണ്ടൊക്കെ കുട്ടികൾ നമ്മൾ ഇങ്ങനെ പറയില്ലേ, ഒരു കൊട്ടാരം ഉണ്ടായിരുന്നു, അതില് ഒരു രാജാവ് ഉണ്ടായിരുന്നു, അവർക്കൊരു കുഞ്ഞ് പറഞ്ഞു, അതൊക്കെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വരും അല്ലെ. ആ കഥകൾ പറയുമ്പോൾ നമ്മൾ അതിലൂടെ ഇങ്ങനെ പോകും. എന്നിട്ട് അവർക്ക് ഭയങ്കര എന്താണ്, രാജാവ് എന്താ രാജകുമാരിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു വിളംബരം പുറപ്പെടുവിച്ചു. ഇങ്ങനെ ചെയ്യുന്നവർക്ക് അത് കിട്ടാൻ പറ്റൂ, അവരെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു ദൂരത്തുനിന്ന് ഒരു രാജകുമാരൻ വന്ന്, ഇങ്ങനെയുള്ള കഥകളൊക്കെ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ വരികയാണ്. നമുക്ക് ഇങ്ങനെ നമ്മൾ മോസ്റ്റ് ഫ്രീക്വന്റ്ലി കേട്ടിട്ടുള്ള കഥകളായിരിക്കും എത്തരത്തിലുള്ള കഥകൾ അല്ലെ. പലതരത്തിലുള്ള കഥകൾ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ, ആ പുഴയെ പോയി എന്നൊക്കെ പറയുമ്പോൾ ആ പുഴ നമ്മുടെ കണ്ണിൽ കാണുന്നു ഇല്ലേ. ആ ഒരു അല്ലേ ആ ഒരു, ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയുമ്പം ഒരു മൂവി പോലെ അല്ലെങ്കിൽ ഒരു സിനിമ പോലെ നമ്മുടെ മൈൻഡ് ഇങ്ങനെ അങ്ങ് പോകും. ഇതൊക്കെ കേട്ടിട്ടാണ് പണ്ടത്തെ കുട്ടികൾ ഉറങ്ങിയിരുന്നത് അല്ലെ. അതുകൊണ്ട് അവർക്ക് നല്ല നല്ല മോറൽസ്, നല്ല നല്ല കാര്യങ്ങൾ, നല്ലതും ചീത്തയും വേർതിരിച്ച് അവരറിയാതെ അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അല്ലെ. അതാണ്, അതുപോലെയാണ് നമ്മുടെ മുത്തശ്ശിമാര് അല്ലെങ്കിൽ ഗ്രാൻഡ് പാരന്റ് ഇതുപോലെ കുട്ടികളിലേക്ക് നല്ല അറിവുകളും കഥകളും പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ടൈം ആൻഡ് അറ്റൻഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില പാരന്റ്സിന്, അച്ഛന് അമ്മയ്ക്ക് കുഞ്ഞുങ്ങളെ നോക്കാൻ വല്ലാണ്ട സമയം കിട്ടൂല. ഇന്നത്തെ കാലത്ത് നമുക്ക് കുറെ ആളുകൾക്ക് അറിയാം അല്ലെ. ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഒത്തിരി പേരുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ മക്കളൊക്കെ ജോലിക്ക് പോകുന്ന ആളുകളായിരിക്കാം. അപ്പോ എന്ത് ചെയ്യും, മക്കളെ നോക്കേണ്ട ഉത്തരവാദിത്വം, ഒരുപാട് സമയം മക്കളുടെ പേരക്കുട്ടികൾക്ക് വേണ്ടിയിട്ട് നോക്കാനും ഇതിനൊക്കെ ആയിട്ട് ചിലര് വിചാരിക്കും, അയ്യോ ഞാനൊരു അമ്മയായിരുന്നപ്പോഴോ എനിക്ക് മക്കളെ നോക്കിയിട്ട് ഒരു സ്വൈര്യം ഉണ്ടായില്ല, 10 ഞാൻ ഒരുമിച്ച് വളർത്തിയത്. ഇപ്പൊ ഒന്നിന് പുറകെ ഒന്നായിട്ട് ചില ആളുകൾക്ക് അത് തന്നെ അവരുടെ പ്രസവവും അതുപോലെ തന്നെ മക്കളെ വളർത്തലും കാരണം
കുറെ ആളുകൾക്ക് തീരെ ടൈമില്ല അല്ലെ. അവരുടെ ആ ഒരു ഏജ് പോലും അവർക്ക് ഫ്രീ ആയിട്ട് കിട്ടാത്ത ചില ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ചിലരൊക്കെ എന്ത് ചെയ്യും, കുഞ്ഞിനെ പ്രസവിച്ചിട്ട് 1 മാസമോ അല്ലെങ്കിൽ 1.5 മാസമൊക്കെ ആകുമ്പോഴേക്കിനും അമ്മയുടെ അടുത്താക്കി കൊടുക്കും. എന്നിട്ട് പാവം അങ്ങനെ ആ കുട്ടികളെ നോക്കിയിട്ട് അങ്ങനെ ഇതാക്കുന്ന ആളുകളുണ്ട്. ഞാനും എൻ്റെ അമ്മയുടെ അടുത്ത് എൻ്റെ കുഞ്ഞിനെ 8 മാസം ആയപ്പോ 9 മാസം ആയപ്പോ ഞാൻ ഇതുപോലെ കൊണ്ടാക്കിയിട്ട് ഞാൻ പോയിരുന്നു കേട്ടോ. ഓക്കെ. അപ്പൊ അതൊക്കെ ഒരു നമ്മുടെ ഒരു ലൈഫിന്റെ ചില സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും അല്ലെ. ഇപ്പൊ ആ ഒരു ഏജിൽ നോക്കുന്നേക്കാളും കഷ്ടമാണ് ഈ 3 വയസ്സും 4 വയസ്സൊക്കെ ആയ കുട്ടികളെ. പിന്നെ വിചാരിക്കും അവര് വലുതായാൽ ഇത്തിരി ബെറ്റർ ആവും എവിടെ, അപ്പൊ പിന്നെ അവരുടെ വേറെ കളികളും കാര്യങ്ങളും തുടങ്ങും അല്ലെ. അപ്പൊ അങ്ങനെ ലൈഫ് പോകുന്ന ആളുകളുണ്ട്. അപ്പോ നമ്മുടെ ഒരു ഈ ജീവിത സാഹചര്യത്തിൽ ജോലി കാരണം മറ്റുള്ള കാര്യങ്ങളൊക്കെ കാരണം ഈ ഒരു ഗ്രാൻഡ് പാരൻസിന് അവരുടെ ടൈമും അറ്റൻഷനും കൂടുതലായിട്ടും ഈ കുട്ടികൾക്ക് കൊടുക്കേണ്ടി വരാറുണ്ട് അല്ലെ. അപ്പൊ അതാണ് നമ്മുടെ ടൈമും അറ്റൻഷനും അവർക്ക് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ റോളിൽ പെട്ടതാണ്. പക്ഷെ അതിനൊരു ഇതുണ്ട് കേട്ടോ. അത് വിചാരിച്ചിട്ട് പാരൻസ് എല്ലാ ബേർഡനും കൂടെ ഏൽപ്പിക്കാനുള്ള ആളല്ല ഈ ഗ്രാൻഡ് പാരൻസ് എന്ന് പറയുന്നത് കേട്ടോ. അത് അവര് നമുക്ക് അവരത് നമുക്ക് ചെയ്ത് തരുന്നുണ്ട് എങ്കിൽ അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് അല്ലെ. നമ്മുടെ പാരൻസ് അങ്ങനെ നമുക്ക് ചെയ്തു തരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന ഒരു ബോണസ് ആണ് അല്ലേ. ഓക്കെ ഓക്കെ. അങ്ങനെ കുറെ ആളുകൾക്കുണ്ട്, എന്നാല് അത് കിട്ടാത്ത ആളുകളും ഉണ്ട്. അത് കാരണം ജോലി പോലും അല്ലെ, കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റാത്ത, അങ്ങനെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്രയും നമുക്ക് വിശ്വസിച്ച് ട്രസ്റ്റ് ചെയ്തിട്ട് ഏൽപ്പിക്കാൻ പറ്റുന്ന ഒരാൾ ഇല്ലാത്തത് കൊണ്ട് ജോലി പോലും ഉപേക്ഷിക്കേണ്ടി വരുന്ന, നമ്മൾ ഇഷ്ടപ്പെട്ട ജോലികൾ പോലും ഉപേക്ഷിക്കേണ്ടി വരുന്ന ആളുകളും ഉണ്ട്. ഓക്കെ. പക്ഷെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇത് അവര് നോക്കുന്നുണ്ട്, അവരുടെ ഔദാര്യാണ് അല്ലെ. ഒരുപാട് പാരന്റ്സ് നമുക്ക് ചെയ്യുന്ന നമ്മളോടുള്ള സ്നേഹത്തിന്റെ പേരിൽ, നമ്മുടെ മക്കളോടുള്ള പേരില് സ്നേഹത്തിന്റെ പേരിൽ ചെയ്യുന്നതാണ്. എന്നാല് ഇത് ഉണ്ടായിട്ടും, പാരന്റ്സ് ഉണ്ടായിട്ടും മക്കളൊന്നും ഞങ്ങൾ നോക്കൂല എന്ന് തുറന്നു പറയുന്ന പാരന്റ്സും ഉണ്ട്. ഞങ്ങൾക്ക് പറ്റൂല, നിങ്ങൾ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്തോ, എനിക്ക് പറ്റൂല, എനിക്ക് എന്റെ ലൈഫ് എനിക്ക് നോക്കണം എന്ന് പറയുന്ന ആളുകളും ഉണ്ട്. ഓക്കെ. എനിവേ, നമ്മുടെ പേരക്കുട്ടികൾക്ക് ടൈമും അറ്റൻഷനും കൊടുക്കുക എന്നുള്ളത് എന്താണ്, നമ്മുടെ ഒരു കടമയാണ് അല്ലെ. അതേപോലെ തന്നെ ഡിഫറെന്റ് പാരന്റിങ് സ്റ്റൈൽ, നമ്മുടെ പാരന്റ്സിന് അല്ലെ, പാരന്റിങ് സ്റ്റൈല് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. പലതരത്തിലുള്ള പാരന്റിങ് സ്റ്റൈൽ ഉണ്ട്. എന്നാല് ഈ ഗ്രാൻഡ് പാരന്റ്സ് കുഞ്ഞുങ്ങളെ നോക്കുമ്പം ശാന്തമായ സമീപനമായിരിക്കും അവർക്ക് അല്ലെ. വളരെ ശാന്തതയോട് കൂടിയിട്ട് അവർക്ക് ചിലപ്പം പാരന്റ്സ് കൊടുക്കുന്ന അത്ര പോലും സ്ട്രെസ് ഇല്ലാതെ വളരെ ലളിതമായ രീതിയിൽ സംസാരിച്ചുകൊണ്ട് അവരുടെ സന്തോഷം, അവരുടെ ഇഷ്ടങ്ങളനുസരിച്ച് നിന്നുകൊണ്ട് നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സിന് അവരോട് പെരുമാറാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ട്രഡീഷൻ ആൻഡ് ഹെറിറ്റേജ്, നമ്മുടെ പാരമ്പര്യവും പൈതൃകവും അല്ലെ. പാരമ്പര്യവും പൈതൃകവും കാത്ത് സൂക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് അല്ലെ. അപ്പോ അതൊക്കെ നമ്മളുടെ ഒരു തലമുറയിൽ നിന്നും മറ്റുള്ള ഒരു തലമുറയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്, ഗ്രാൻഡ് പാരന്റ്സിലൂടെയാണ് അല്ലെ. നമുക്ക് അങ്ങനെയായിരുന്നു, നമ്മുടെ അവിടെ അങ്ങനെയായിരുന്നു, ഇവിടെ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ പറഞ്ഞ കഥകള്, ആ ഒരു കഥ പോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ഒരു തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത് ആരാണ്, നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് ആണ് അല്ലെ. അതൊക്കെ അങ്ങനെയാണ്. ഒരുപാട് നമ്മൾ ഇങ്ങനെ പറഞ്ഞോണ്ട് ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഒരുപാട് പറഞ്ഞ് ഇങ്ങനെ അന്ന് അങ്ങനെയായിരുന്നു, ഇന്നിങ്ങനെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അതിന് വളരെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന അല്ലെ. പിന്നെ എന്താ നമ്മുടെ ട്രഡീഷനും ഹെറിറ്റേജിനും ഒക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ് നമ്മള് ഭാരതീയര് അല്ലെ. പ്രത്യേകിച്ചും ഭാരതീയര് അതിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ്, വളരെ അഭിമാനത്തോടു കൂടിയിട്ട് കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ്. അപ്പൊ നമ്മുടെ സംസ്കാരം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള കഥകള്, അതുപോലെ തന്നെ അല്ലെ നമ്മുടെ പാചക കുറിപ്പുകള്, മറ്റുള്ള ആചാരങ്ങൾ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ള നമ്മുടെ പേരക്കുട്ടികൾക്ക് പകർന്നു കൊടുക്കേണ്ടത് ആരാണ്, നമ്മുടെ ഈ ഒരു ഗ്രാൻഡ് പാരന്റ്സ് ആണ്. അതുപോലെ തന്നെ നർച്ചറിങ് റോൾ എന്താണ്, അവരെ പരിപോഷിപ്പിക്കേണ്ട ഡ്യൂട്ടി ആരെടുക്കാറുണ്ട്, നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് എടുക്കാറുണ്ട്. അവരെ പരിചരിക്കുന്നത്,
അല്ലെ? നമ്മളിപ്പോ ഒരു കുഞ്ഞ് ജനിച്ചത് മുതല് ആ കുഞ്ഞിനെ എങ്ങനെ വേണം അല്ലെ, അതിന് വേണ്ട ബോഡി കെയറും അതുപോലെ തന്നെ അതിന്റെ മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ കെയറുകളും കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിന് എന്ത് ഒരു ലീഡർഷിപ്പ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ അതിനെ ഗൈഡ് ചെയ്യുന്നത്, അതിനെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ നമ്മുടെ രക്ഷ കർത്താക്കളാണ്. അതായത് നമ്മുടെ രക്ഷകർത്താക്കള്, അതായത് ഒരു ഒരു വ്യക്തിയുടെ ഫാദർ ഓർ മദർ. അവർക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാല് അവരുടെ ഫാദറും മദറും ആണ്, ഉപ്പയും ഉമ്മയും അല്ലെങ്കിൽ അച്ഛനും അമ്മയും ഒക്കെയാണ് ഈ തരത്തിലുള്ള കെയറുകൾ കൊടുക്കാറുള്ളത്. അല്ലെ? നമുക്കറിയാം, ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാല് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അല്ലെ, അതിന്റെ ഫുഡൊക്കെ എങ്ങനെയായിരിക്കണം, എത്ര ആളാണെങ്കിലും എങ്ങനെയുള്ള ആളുകളാണെങ്കിലും ആ ഒരു പരിചരണം എന്ന് പറഞ്ഞാൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ് അല്ലെ. ആ ഒരു ഗർഭിണിയാണെങ്കിൽ അവരൊക്കെ കെയർ ചെയ്യുന്ന എന്തിനാണ്? ഈ കുഞ്ഞിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഈ കുഞ്ഞിനെ നല്ലതായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഈ കുഞ്ഞിനെ നന്നായിട്ട് പരിചരിക്കും അല്ലെ, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കും, വളരെയധികം എന്ത് ചെയ്യും, വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇതിനെ കെയർ ചെയ്യും. പക്ഷെ ചിലർ എന്താ പറയുക, മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്. എന്താ അറിയോ? നമ്മള് ജനിച്ചു കഴിയുമ്പോൾ, ഒരു കുഞ്ഞ് ജനിക്കുന്നത് വരെ വളരെയധികം നന്നായിട്ട് ഈ അമ്മയെ നോക്കും. കാരണം എന്താണ്? ആ അമ്മയുടെ വയറ്റിൽ കിടക്കുന്നത് നമ്മുടെ കുഞ്ഞാണ്, എന്റെ മോന്റെ കുഞ്ഞാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ഇപ്പൊ അമ്മമാരാണെങ്കിലും വിചാരിക്കും ആ കുഞ്ഞിന്റെ ഹെൽത്തിന് വേണ്ടിയിട്ട് അവരെ സംരക്ഷിക്കണം എന്ന് വിചാരിച്ച് വളരെയധികം സംരക്ഷിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ കുഞ്ഞ് പുറത്തോട്ട് വന്നോടുകൂടി ഒരു 90 ദിവസം അല്ലെങ്കിൽ 40 ദിവസമൊക്കെ നന്നായിട്ട് കെയർ ചെയ്തതിന് ശേഷം പിന്നെ അവരങ്ങ് മറക്കും. പിന്നെ അവര് എന്താണ്, ഒരു ഭയങ്കര ഒരു മെഷീന് പോലെ അങ്ങനെ വീട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആളായിട്ട് മാറും. പക്ഷെ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, നമ്മുടെ ഈ കുഞ്ഞിന് ആരോഗ്യം വേണമെങ്കിൽ ആ അമ്മയ്ക്ക് അപ്പോഴും അതിന്റെ ആരോഗ്യം നിലനിർത്തി. ഇപ്പൊ കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് നൽകുന്ന കാലത്തോളം ഈ അമ്മയുടെ ഹെൽത്ത് ബെറ്റർ ആയിരിക്കണം അല്ലെ. അമ്മയുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് ബെറ്റർ ആണെങ്കിൽ ഈ കുഞ്ഞിന് ഹെൽത്ത് ഉണ്ടാവുള്ളൂ. അപ്പോ അത് പലപ്പോഴും നമ്മൾ മറന്നു പോവാറുണ്ട്, നമ്മൾ അവർക്ക് അറിയാതെ പോവാറുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അപ്പോഴും നമ്മൾ അവരുടെ ഹെൽത്ത് സംരക്ഷിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ കുഞ്ഞിനെ നർച്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതിന്റെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ അവരുടെ അമ്മയും കൂടെ അവരുടെ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്തിനും കൂടെ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് എടുക്കുന്ന ഒരു റോളാണ് മക്കളുടെ പരിപോഷണം എന്നുള്ളത്. ഓക്കെ, പിന്നെ ഉള്ളത് ക്രിയേറ്റിംഗ് മെമ്മറീസ് ആണ് അല്ലെ. നല്ല ഓർമ്മകൾ സമ്മാനിക്കുക, നല്ല ഓർമ്മകൾ ഉണ്ടാക്കുക. നമുക്കറിയാം, നമ്മളൊക്കെ നമ്മുടെ വെക്കേഷൻ സമയത്ത് പോവാൻ ആഗ്രഹിക്കുന്ന എങ്ങോട്ടാണ്? അല്ലെങ്കിൽ നമുക്കൊരു പെരുന്നാള്, ഓണം, ക്രിസ്മസ് ഇതൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ എങ്ങോട്ടാ പോവുക? നമ്മുടെ തറവാട്ടിലേക്ക് പോയിട്ട് അവിടെ ആഘോഷിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മുടെ ഗ്രാമത്തിൽ താമസിക്കുന്ന, അല്ലെങ്കിൽ ഇനി ടൗണിലാണെങ്കിലും ആ ഒരു സമയത്തേക്കെങ്കിലും ഗ്രാമങ്ങളിൽ താമസിക്കുന്ന മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെ അടുത്തേക്കും ഓടിയെത്തണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ ആ ഒരു നല്ല മെമ്മറീസ്, അതുപോലെ ആ സെലിബ്രേഷൻസ് ഒക്കെ, ആ അവധിക്കാലം ഒക്കെ നമ്മൾ എൻജോയ് ചെയ്യുക. ആ ഒരു സമയത്ത് നമ്മളുടെ ഈ ഒരു ഗ്രാൻഡ് ചിൽഡ്രനെ നമ്മള് ആ ഒരു ഗുഡ് മെമ്മറീസ് കൊടുക്കുക, നല്ല മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു ഗ്രാൻഡ് പാരന്റ് എന്ന രീതിയിലുള്ള റോളിൽ വരുന്നതാണ് അല്ലേ. അപ്പൊ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് എന്ന് പറഞ്ഞാല് പറയുന്നത്, ഗ്രാൻഡ് പാരന്റ്സ് ആർ ലൈക്ക് മജീഷ്യൻ, ദേ ക്യാൻ ക്രിയേറ്റ് വണ്ടർഫുൾ മെമ്മറീസ് ഫോർ ദെയർ ഗ്രാൻഡ് ചിൽഡ്രൻ എന്നാണ് പറയുന്നത്. അതായത് ഗ്രാൻഡ് പാരന്റ്സ് എന്ന് പറയുന്നത്, മുത്തശ്ശനും മുത്തശ്ശിയും എന്ന് പറയുന്നത് മാജിക്കാരനെ പോലെയാണ്, മജീഷ്യനെ പോലെയാണ്. അവർക്ക് അവരുടെ ചെറുമക്കളുടെ, അതായത് ഗ്രാൻഡ് ഡോട്ടേഴ്സിന്റെ അല്ലെങ്കിൽ ഗ്രാൻഡ് സണ്ണിന്റെ ഒക്കെ ജീവിതത്തില് ഒരുപാട് നല്ല മെമ്മറീസും വണ്ടർഫുൾ ആയിട്ടുള്ള മെമ്മറീസ് കൊണ്ടുവരാൻ സാധിക്കുന്നുള്ളതാണ്. അപ്പൊ പലരും ഞാനിവിടെ സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ പറയുന്നത് ഗ്രാൻഡ് പാരന്റിങ്ങിനെ കുറിച്ചാണെങ്കിലും അവരുടെ മുത്തശ്ശനെയും കുറിച്ചുള്ള ഗ്രാൻഡ് പാരന്റ്സിനെ കുറിച്ചുള്ള മെമ്മറീസ് ആണ് അവിടെ പറയുന്നത് അല്ലെ. പലർക്കും മിസ് ആവുന്നുണ്ട്, മരിച്ചുപോയി എന്നൊക്കെ പറയുന്നു അല്ലെ. നമുക്ക് ആ ഒരു മെമ്മറി തന്നെയാണ്. നമ്മള് ചിലപ്പോഴും പാരന്റിങ് എന്ന് പറയുമ്പോഴും നമ്മൾ ഒരു പാരന്റ് ആണ് എങ്കിലും നമുക്ക് കിട്ടിയിട്ടുള്ള പാരന്റിങ് ആണ് നമ്മൾ പലപ്പോഴും കണക്ട് ചെയ്യുക അല്ലെ. അപ്പോ നമ്മുടെ ഈ ഒരു ഗ്രാൻഡ് പാരന്റ്സിന് കുട്ടികളുടെ ലൈഫിൽ
മിറാക്കുലസ് ആയിട്ടുള്ള മെമ്മറീസ് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ കൊടുക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ നമ്മൾ ഗ്രാൻഡ് പാരൻസ് ആണ്. അപ്പൊ ഞാൻ എന്നെ കുറച്ചേറെ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിൽ എത്ര പേര് ഗ്രാൻഡ് പാരൻസ് ഉണ്ട്? മുത്തശ്ശനോ മുത്തശ്ശിയോ ആയിട്ടുള്ളവരെന്ന് എസ് ഇട്ടെ. സെഫിയ മാം കൈ ഹാൻഡ് റൈസ് ചെയ്താ പോരാ, അന്ന് ടൈപ്പ് ചെയ്യും. ഒരു എസ് ഇട്ടാ മതി, നിങ്ങൾ ടൈപ്പ് ചെയ്യണ്ട, ഈ എസ് എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി. ഓക്കെ, ഓക്കെ. അപ്പൊ ഒത്തിരി മുത്തശ്ശനും മുത്തശ്ശിമാരുണ്ട്. അപ്പോ മുത്തശ്ശന്മാർക്കും മുത്തശ്ശികൾക്കും ഒരു സ്പെഷ്യൽ ഡേ ഉണ്ട് കേട്ടോ. അവർക്കായിട്ടൊരു ദിവസം ഉണ്ട്. എന്താണെന്നറിയോ? ഒന്ന് ടൈപ്പ് ചെയ്ത് അറിയുന്നവര്? ഞാൻ പറയാം. ജൂലൈ മാസത്തിലെ ലാസ്റ്റ് സൺഡേ ആണ് ഗ്രാൻഡ് പാരന്റ്സ് ഡേ എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും ഒരു ദിവസം ഉണ്ട് അല്ലേ? നമ്മുടെ സിനിമയിൽ പറയുന്നത് എല്ലാവർക്കും ഒരു ദിവസം ഉണ്ട്. എന്നാലും മുത്തശ്ശന്റെയും മുത്തശ്ശിയുടെ ദിവസമാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. അപ്പോ നമുക്ക് എന്താണെന്നറിയോ, നമ്മുടെ മക്കളോട്, അതായത് പേരക്കുട്ടികളോട്, ഗ്രാൻഡ് ചിൽഡ്രനോട് എന്തുണ്ടാവും? ഭയങ്കര സ്നേഹം ഉണ്ടാവൂലേ? അവരൊന്ന് വേദനിക്കുന്നതോ അല്ലെങ്കിൽ കഷ്ടപ്പെടുന്നതോ ഒന്നും നമുക്ക് സഹിക്കാൻ പറ്റൂല. ഓക്കെ, മുത്തശ്ശനും ഗ്രാൻഡ് പാരന്റ്സിനും സഹിക്കാൻ പറ്റൂല. ഓക്കെ, അപ്പൊ എന്താ ചെയ്യാ? ഇവര് പറയുന്നതൊക്കെ നമ്മൾ ചെയ്യും. കാണാ ചിലപ്പം എന്റെ എന്താ പറയാ, എന്റെ ഹസ്ബൻഡിന്റെ ഫാദർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ പുള്ളി രാവിലെ തന്നെ മിഠായി കൊണ്ടുവരും. അപ്പൊ ചെറിയ കുട്ടികളാണ് മക്കൾ, ഒരു വയസ്സൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? എന്റെ കൈ തരും. അപ്പൊ ഞാൻ ഇവർക്ക് അത് അവര് കരയുമ്പോഴൊക്കെ വല്ലപ്പോഴും ഒരു മിഠായി കൊടുക്കും. പുള്ളി എന്താ ചെയ്യാന്ന് വെച്ചാൽ എന്റെ കയ്യിൽ ഈ മിഠായി കൊണ്ടു തന്നിട്ട് എന്ത് ചെയ്യും? കയ്യില് ഹൈഡ് ചെയ്ത് വെക്കും. അപ്പൊ എന്റെ മോള് ചെറുതാണ്, ഒരു വയസ്സൊക്കെ ഉള്ള കുട്ടിയാണ്. അപ്പൊ എന്ത് ചെയ്യുന്നറിയോ? മെല്ലെ അവള് എന്നെ കാണാതെ അവളുടെ വായിലിട്ട് കൊടുക്കും. അവൾ അതിനേക്കാളും വലിയ എന്നിട്ട് അവളിങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും. ഞാൻ ഓപ്പൺ ആക്കാൻ പറഞ്ഞാൽ അവൾ ഓപ്പൺ ആക്കൂല, അത്ര ചെറിയ കുട്ടി. അവർക്കറിയാം അവര് തമ്മിലുള്ള ഒരു ഇതായിരുന്നു അത് കേട്ടോ. അവര് തമ്മിലുള്ള ഒരു ടൈപ്പായിരുന്നു. എന്നിട്ട് ഞാന് ചോദിച്ചാല് അവള് വായി തുറക്കൂല എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അങ്ങനെയൊക്കെയാണ് അവരുടെ ആ ഒരു സ്നേഹമാണ്. അതുപോലെ മക്കൾ അടുത്ത് വന്നാല് ഒരു ഭക്ഷണം കഴിക്കുമ്പം അവർക്ക് കൊടുക്കുക എന്നുള്ളതൊക്കെ അല്ലേ, അതൊക്കെ ഒരു സന്തോഷമുള്ള കാര്യം. അതേപോലെയായിരുന്നു അല്ലെ? നമ്മൾ കഴിക്കുന്നതിനേക്കാളും നമുക്ക് സന്തോഷമാണ് അവര് കഴിച്ചു കാണുന്നത് അല്ലെ? അപ്പൊ അതിനു വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ട് അല്ലെ? അപ്പൊ നമ്മള് ചില കാര്യങ്ങള്, ചില അബദ്ധങ്ങള് നമ്മളുടെ സ്നേഹ കൂടുതൽ കൊണ്ടോ അല്ലെങ്കിൽ അവരോടുള്ള കൂടുതൽ വാത്സല്യം കൊണ്ടോ നമുക്ക് വന്നു പോയേക്കാവുന്ന ചില അബദ്ധങ്ങളുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വഭാവത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് അവോയ്ഡ് ട്രൈ ടു ബി ദ പാരന്റ്. നമ്മള് മുത്തശ്ശനാണ് മുത്തശ്ശിയാണ് അല്ലേ? എന്നാല് ആ കുട്ടിക്ക് ആരുണ്ട്? ഫാദർ ഉണ്ട്, മദർ ഉണ്ട്. ഒരിക്കലും ആ ഒരു സ്ഥാനത്തേക്ക് നമ്മൾ പോകരുത്. നമ്മളുടെ മോനോ മോളൊക്കോ ഒരു കുഞ്ഞുണ്ടായാല് ആ കുഞ്ഞിന്റെ ഫാദറിന്റെ റോൾ അവർ ചെയ്യട്ടെ, മദറിന്റെ റോൾ അവർ ചെയ്യട്ടെ. ചിലരുണ്ട് എന്താണെന്നറിയോ? ഇവരെ അടുപ്പിക്കൂല, ഇവരെ അവിടെ നിങ്ങൾ മാറി നിർത്തും. എന്നിട്ട് ഫുൾ കെയർ, ചിലർ എടുക്കാൻ പോലും കൊടുക്കൂല. അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ട്, നമ്മളോട് ഷെയർ ചെയ്യാറുണ്ട് ചിലർ കേട്ടോ. മാറ്റി നിർത്തിയിട്ട് നീ നോക്കിയാൽ ശരിയാവില്ല, നീ നോക്കിയാൽ ശരിയാവില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ഉള്ള കുറെ കുറ്റങ്ങൾ പറയും. മോന്റെ അടുത്ത് പറയും അവൾ അങ്ങനെ നോക്കിയിരുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇവരങ്ങ് മാറ്റി നിർത്തും. എന്ത് ചെയ്യാ? നിങ്ങളുടെ മോനെ, നിങ്ങളുടെ മോളുടെ ആ ഒരു പാരന്റിങ് അവരാഗ്രഹിക്കുന്നുണ്ട് അല്ലെ? നമ്മളൊരു അമ്മയാവുമ്പോ അച്ഛനാവുമ്പോ എന്റെ കുഞ്ഞിനെ ഞാൻ നോക്കണം, കുഞ്ഞിനെ കൊഞ്ചിക്കാനും ലാളിക്കാനും വളർത്താനും നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലെ? നമ്മൾ ഇഷ്ടപ്പെട്ടിരുന്നു, അതുപോലെ തന്നെ അവർക്ക് അതിലൊരു റോൾ ഉണ്ട്. അപ്പൊ അവര് ചെയ്യേണ്ട ജോലിക്ക് പകരം നമ്മൾ അവിടെ കയറിയിട്ട് ഇടങ്കോലിടരുത്. അവരുടെ സ്ഥാനം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്.
ഓക്കെ, അവരുടെ ആ ഒരു സ്ഥാനത്ത് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. നമ്മുടെ മക്കളാണ് അല്ലേ, നമുക്കെന്താ, ഓ നീയല്ലേ, ഓ അവന് ഇപ്പൊ ഒരു കുട്ടി ഉണ്ടായിട്ട് അങ്ങനെ, നീയല്ലേ ഇപ്പം അച്ഛന്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇകഴ്ത്തുന്ന ആളുകളുണ്ട്. എന്തായാലും നീയല്ലേ, നീ അവർക്ക് അവരുടെ കുഞ്ഞാണത് അല്ലേ, അവര് ഫാദർ ആണ്, അല്ലെങ്കിൽ അവരൊരു മദറാണ്, അമ്മയാണ്, അച്ഛനാണ്. ആ ഒരു സ്ഥാനത്തെ നമ്മൾ എന്ത് ചെയ്യണം, ബഹുമാനിക്കണം. അവർക്ക് അർഹമായ ആ ഒരു സ്ഥാനത്ത് നമ്മൾ വിട്ടുകൊടുത്തേ പറ്റുള്ളൂ. ചിലരുണ്ട് കേട്ടോ, എത്ര നീ മൂക്ക് സ്വന്തം കുഞ്ഞുണ്ടായി, അവരുടെ ഒരു താഴെ ഒരു കുഞ്ഞുണ്ടായി, എന്റെ താഴെ കുഞ്ഞുണ്ടായി, അങ്ങനെ 5 തലമുറ വരെ ഉള്ള ആളുകളൊക്കെ ഉണ്ട് അല്ലെ, നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും. അപ്പോ ഇവരെന്ത് ചെയ്യും, ഇവർക്ക് തീരെ ഒരു വില കൊടുക്കൂല. ഈ പിന്നെ ആ കുട്ടി അതിന്റെ താഴെ വല്യമ്മയായിട്ടുണ്ടാവും, എന്നാലും വില കൊടുക്കൂല അല്ലെ. അവർക്ക് കൊടുക്കേണ്ട സ്ഥാനം നമ്മൾ അവർക്ക് വിട്ടുകൊടുക്കുക. ഞാൻ തന്നെയാണ് എല്ലാം എന്ന് പറഞ്ഞിട്ട് ഇക്ഷട്ടമ്മ വരപ്പിക്കുന്ന വല്യപ്പന്മാരും വല്യമ്മമാരും ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഉണ്ട്. അത് അവർക്ക് നമ്മൾ വിട്ടുകൊടുക്കുക, തീരുമാനം എടുക്കുക. ഇൻസൾട്ട് ചെയ്യുന്ന എത്രയോ നല്ല സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളെ, നല്ല ഹയർ പൊസിഷനിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെ ഇൻസൾട്ട് ചെയ്യുന്ന പാരന്റ്സ് ഉണ്ട്. ഓക്കെ, മക്കളുടെ മുന്നില് ഒരിക്കലും നമ്മള് അവരുടെ ഫാദറിനെ, അതായത് നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ വെച്ചിട്ട്, നിങ്ങളുടെ മക്കളുടെ മുന്നിൽ, അതായത് നിങ്ങളുടെ ഗ്രാൻഡ് സൺഡേയോ ഗ്രാൻഡ് ഡോട്ടറുടെയോ മുമ്പിൽ വെച്ചിട്ട്, പേരക്കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ഒരിക്കലും നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഇൻസൾട്ട് ചെയ്യരുത്. കാരണം നിങ്ങളുടെ മക്കൾ അവര് വില വെക്കൂല. നമ്മള് ഒരു പക്ഷെ ഇന്നോ നാളെയോ അല്ലെ 10 വർഷമോ 20 വർഷമോ കഴിയുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോകും. ഈ മക്കൾ അവര് വളർത്തണം അല്ലെ. ആ ഒരു സമയത്ത് നമ്മൾ അവരിലേക്ക് ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾ അവർ റെസ്പെക്ട് ചെയ്യൂല അല്ലെ. അപ്പൊ അവർക്ക് അനുഭവിക്കുന്ന ഒരു വേദനയുണ്ട്. എന്താണ്, ചെറുപ്പകാലത്തിലോ നമ്മൾ അവർക്കൊരു സ്വസ്ഥത കൊടുത്ത് വളർത്തിയിട്ടില്ല, നമ്മളുള്ള കാലത്തോ സ്വസ്ഥത കൊടുത്തില്ല. പിന്നെന്ത് ചെയ്യും, മക്കളടുത്ത് പോലും അവർക്കൊരു വിലയില്ലാത്ത ഒരു കോമാളിയെ പോലെ അവർക്ക് ജീവിക്കേണ്ടി വരും അല്ലെ. അപ്പൊ അവരവരുടെ മക്കളുടെ റെസ്പെക്റ്റും സ്നേഹവും ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അവരുടെ സ്ഥാനം അവർക്ക് അങ്ങോട്ട് വിട്ടുകൊടുത്തേക്ക. നമ്മൾ ഗ്രാൻഡ് പാരന്റ് ആയിട്ട് മാത്രം നിന്നാൽ മതി അല്ലെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബൈയിങ് യുവർ ഗ്രാൻഡ് കിഡ്സ് അഫെക്ഷൻ. നമ്മൾ കുട്ടികളുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ പറഞ്ഞില്ലേ, നമ്മൾ എന്ത് ചെയ്യും, കുറെ മിഠായി ഒക്കെ വാങ്ങിച്ചു കൊടുക്കും, കുറേ സമ്മാനങ്ങൾ കൊടുക്കും അല്ലെ. വേണ്ടതും വേണ്ടാത്തതും മുഴുവൻ മേടിച്ചു കൊടുക്കും, ഉള്ള സാധനങ്ങൾ തന്നെ ആയിരിക്കും. ചിലരെന്ത് ചെയ്യും, കുട്ടികളോടുള്ള സ്നേഹത്തിന്റെ പേരില് അല്ലെങ്കിൽ അവരുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എന്തൊക്കെയോ വാങ്ങിച്ചു കൊടുക്കും. ആ വാങ്ങിക്കുന്ന സമയത്ത് ഇവരുടെ പാരന്റിന്റെ അടുത്ത് ഒന്ന് ചോദിക്കുക, ഇത് വേണ്ടതാണോ എന്ന് ഉള്ളത് നമ്മളൊന്ന് കൺഫേം ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ളത് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുക. അതുപോലെ അതിനേക്കാൾ ഉപരിയായിട്ട്, ഇങ്ങനെ കൊടുത്തിട്ട് സ്നേഹം വാങ്ങിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ സ്നേഹം കൊടുത്തിട്ട് സ്നേഹം വാങ്ങിക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഓവർ ഇൻഡൽജിങ് ദ ഫസ്റ്റ് ഫ്യൂ ഗ്രാൻഡ് ചിൽഡ്രൻ. നമ്മള് ഈ കാര്യം നമ്മൾ ഒഴിവാക്കുക. അതായത് ആദ്യത്തെ കുട്ടി അല്ലെ, നമുക്കറിയാം നമ്മുടെ മൂത്ത മോന്റെ മൂത്ത കുട്ടി, പ്രത്യേകിച്ചും മൂത്ത മോളുടെ മൂത്ത കുട്ടി അല്ലെ, അല്ലെങ്കിൽ ചില ആളുകളുടെ കുട്ടികളോട് നമുക്ക് പ്രത്യേക സ്നേഹവും വാത്സല്യം ഉണ്ടാവും അല്ലേ. നമ്മുടെ പേരക്കുട്ടികൾ എല്ലാവരും ഒരുപോലെയാണ്. അപ്പൊ ആ ഒരു ഇപ്പം എന്താണ്, അതുണ്ടായ കുട്ടി അല്ലെങ്കിൽ ഇന്ന ആളുടെ കുട്ടി, അല്ലെങ്കിൽ കുറച്ച് കറുത്ത കുട്ടി, അല്ലെങ്കിൽ വെളുത്ത കുട്ടി, വണ്ണമുള്ള കുട്ടി അല്ലെ, ഭംഗിയുള്ള കുട്ടി, ഇങ്ങനെയൊക്കെയുള്ള കാറ്റഗറൈസ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ പേരക്കുട്ടികൾക്ക് സ്നേഹം കൊടുക്കരുത്. അത് എന്താണെങ്കിലും നമ്മുടെ പഠനങ്ങൾ പറയാറുണ്ട്, എത്രയൊക്കെ ആണെങ്കിലും എല്ലാ കുട്ടികളെയും ഒരുപോലെ എല്ലാ പാരന്റ്സിനും സ്നേഹിക്കാൻ കഴിയില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതില് ചില കാര്യത്തില് ചില കുട്ടികളോട് കുറച്ച് കൂടുതൽ സ്നേഹം തോന്നാം. ഓക്കെ, ഇങ്ങനെയാണ് പഠനങ്ങൾ പറയുന്നത് കേട്ടോ, ഞാൻ പറയണല്ല. ഓക്കെ, പഠനങ്ങൾ പറയുന്നത് അങ്ങനെയാണ്. ഇപ്പൊ ചിലർ പറയും അങ്ങനെയൊന്നും ഇല്ലട്ടോ, എനിക്ക് എന്റെ 5 മക്കളോട് ഒരുപോലെ സ്നേഹമുണ്ട് മാം എന്നൊക്കെ പറയും. അല്ല, നമുക്ക് സ്നേഹിക്കാൻ പറ്റും, നമുക്ക് നമ്മുടെ പക്ഷെ ചില കാര്യത്തില് ഈ ഒരു കാര്യത്തിൽ അല്ലെ, ചിലപ്പോ നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ചാൽ പെട്ടെന്ന് കൊണ്ടുതരുന്ന ചില മക്കൾ ഉണ്ടാവും അല്ലെ, നമ്മള് പറയാതെ കൊണ്ടുവരുന്ന ആളുകൾ ഉണ്ടാവും, നമ്മള് പറയാതെ നമ്മുടെ കാര്യങ്ങൾ ചെയ്തു തരുന്ന ആളുകളുണ്ടാവും. ഇവരോടൊക്കെ നമുക്കൊരു പ്രത്യേകത തോന്നും അല്ലേ. ഓക്കെ, അപ്പോ ആ ഒരു രീതിയിൽ നമ്മള് മക്കളെ എന്ത് ചെയ്യുക,
വേറിട്ട് കാണരുത്. പേരക്കുട്ടികളെ ഒരു പ്രത്യേക കുട്ടി, ചിലർക്ക് അങ്ങനെ തന്നെയാണ്. നമ്മൾ പല വീടുകളിലും കണ്ടിട്ടുണ്ട്. ചില മക്കളുടെ മക്കളെ കയ്യിൽ ഇറക്കൂല. എന്നാൽ ചില ആളുകളെ തീരെ വാത്സല്യം കിട്ടാത്ത ഗ്രാൻഡ് പാരൻസ് ഉണ്ടെങ്കിലും ഒട്ടും വാത്സല്യം കിട്ടാത്ത കുട്ടികൾ ഉണ്ടാവും അല്ലെ. എന്തിൻ്റെക്കെങ്കിലൊക്കെ പേരില് പല തരത്തിലും മാറ്റി നിർത്തപ്പെടുന്ന കുട്ടികൾ ഉണ്ടാവും. അവർക്ക് വേദനയാണ്, ട്രോമയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കൂല അല്ലെ. കമ്പാരിസൺ വരും അവിടെ പക വരും അല്ലെ. അവര് കാരണം എന്നെ മാറ്റി നിർത്തുന്നു എന്നുള്ള ആ ഒരു തോട്ട് മക്കളിൽ ഉണ്ടാവും അല്ലെ. ചിലർക്ക് പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലർക്ക് മോനോടായിരിക്കും ഇഷ്ടം അല്ലെ. ഇതൊക്കെ ആ ഒരു കുട്ടികളെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, ചിലപ്പം നമ്മൾ തന്നെ അതുപോലെ അനുഭവിച്ചു വന്നിട്ടുള്ള ആളുകളായിരിക്കാം അല്ലെ. ചില കുട്ടികള് പെണ്ണായതിന്റെ പേരില് പാർഷ്വാലിറ്റി കാണിക്കുന്ന, അല്ലെങ്കിൽ ആണായതിന്റെ പേരില് പാർഷ്വാലിറ്റി കാണിക്കുന്ന, അല്ലെങ്കിൽ സമ്പത്ത് ഉണ്ടായതിന്റെ പേരില് അല്ലെ, രണ്ട് മക്കളും കുറച്ച് ഫിനാൻഷ്യലി കൂടുതലുള്ള കുട്ടികളോട് അവരുടെ മക്കളോട് നന്നായിട്ട് സ്നേഹം കാണിക്കുന്ന, അല്ലെങ്കിൽ എന്താണ് 2-3 കുട്ടികൾ ഉണ്ടാകുമ്പോൾ മൂന്നാമത്തെ കുട്ടിക്ക് സ്നേഹം കുറഞ്ഞു പോകുന്ന, അത് അങ്ങനെ അനുഭവിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. നമ്മളിലൊക്കെ ഉണ്ടാവും അത്തരം ആളുകൾ അല്ലെ. ഈ ഒരു പ്രവണത, ഈ ഒരു സ്വഭാവം നമ്മളിൽ നിന്ന് നമ്മൾ മാറ്റണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു ഇന്റലിജൻസ് എന്ന് പറയുന്നത്, നമ്മൾ ആ ഒരു കെയറും അഫക്ഷനും ഒക്കെ ഒരുപോലെ എല്ലാം ഒരുപോലെ പറ്റിയില്ലെങ്കിലും അവരുടെ മുന്നിൽ വെച്ച് നമ്മൾ അങ്ങനെ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ഒരാൾക്ക് മാത്രം കെയർ കൊടുക്കാൻ പാടില്ല, ഒരാളെ മാത്രം പുറത്തു കൊണ്ടുപോകുന്നു. നമ്മൾ കാണുന്നതാണ്, നമ്മുടെ സ്വന്തം വീടുകളിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഒരു കുഞ്ഞിനെ മാത്രം എപ്പോഴും പുറത്തു കൊണ്ടുപോകുന്നു, അവരുടെ സംസാരം കേൾക്കുന്നു, പിന്നെന്താ പറയാ, അവര് സംസാരിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ അവരോട് ഇതാകുന്നില്ല. അല്ല, നമ്മൾ ആദ്യം തന്നെ ഈ കുട്ടിയെ സംസാരിക്കുമ്പം അതിനെ എൻകറേജ് ചെയ്യുന്നില്ല, അവരുടെ സംസാരം കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. അവരാദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പറയുകയാണെങ്കിൽ അമറടി ഇടുക എന്ന് പറയില്ലേ, അവിടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അവർ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും അവിടെ എന്ത് ചെയ്യും, നമ്മൾ അവരെ ഒന്ന് സ്റ്റക്കാക്കും, നമ്മൾ ഒച്ചയിടും, അല്ലെങ്കിൽ എന്തെങ്കിലും കളിയാക്കും. എന്തൊക്കെ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, അവര് അവിടെ നിൽക്കും, സ്റ്റോപ്പ് ആകും. ചിലരെന്താ ചെയ്യാ, ഒരു കുട്ടി എന്ത് ചെയ്താലും കുഴപ്പമുണ്ടാവില്ല അല്ലെ. അവരെന്ത് ചെയ്താലും നമുക്ക് ഇല്ലേ, ഇഷ്ടപ്പെടുന്നവരെന്ത് ചെയ്താലും നമുക്ക് അത് മറക്കാനും പൊറുക്കാനും പറ്റും. എന്നാൽ ഇത്തിരി നമുക്ക് അത്രയും ഇല്ലാത്ത ആളുകളാണെങ്കിൽ, നല്ല കുട്ടികളാണെങ്കിൽ പോലും അവരിൽ കുറ്റങ്ങൾ മാത്രം കണ്ടുകൊണ്ട് നിരന്തരം കുറ്റപ്പെടുത്തിക്കൊണ്ട് മാറ്റി നിർത്തുന്ന ആളുകളുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ കുട്ടികളോടും നമുക്ക് കഴിയുന്നത്ര പരമാവധി നമ്മൾ ഒരുപോലെ സ്നേഹിക്കാൻ നോക്കുക, ഒരുപോലെ കെയർ കൊടുക്കാനായിട്ട് നോക്കുക. പിന്നെ അതുപോലെ തന്നെയാണ് ഇഗ്നോറിങ് ബൗണ്ടറീസ് എന്ന് പറയുന്നത്. നമ്മൾ മറന്നു പോകുന്ന ഒരു കാര്യമാണ് എന്താണ്, നമ്മളെ ബൗണ്ടറീസ് നമ്മൾ മറന്നു പോകുന്നു, ലംഘിക്കുന്നു എന്നുള്ളത്. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന കാര്യം എന്താണ്, ഇപ്പൊ നമ്മൾ പൊതുവേ കണ്ടുവരുന്ന ഒരു കാര്യമാണ്, നമ്മളുടെ പാരന്റ്സ് എന്ത് ചെയ്യും, അവർക്ക് മൊബൈൽ കൊടുക്കൂല അല്ലെ. ഇതൊരു സ്ട്രിക്റ്റ് വെച്ചിട്ടുണ്ടാവും, നീ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ ഞാന് നിനക്ക് മൊബൈൽ തരുള്ളൂ എന്ന് പറയും. അപ്പൊ എന്ത് ചെയ്യാന്നറിയോ, ഈ കുട്ടികൾക്ക് ഈ ഗ്രാൻഡ് പാരന്റിനെ കാണാതെ മൊബൈൽ കൊണ്ടു കൊടുക്കും. ഓക്കെ, അപ്പം നമുക്കറിയാം, പാരന്റിന് അറിയാം അതിന്റെ ഡേഞ്ചേഴ്സിനെ കുറിച്ച് അല്ലെ. ഈ കുട്ടി അവരുടെ ടേസ്റ്റ് മാറും. നമ്മൾ പലപ്പോഴും പറയാറുള്ളത് പോലെ, ചെറിയ കുട്ടിയാവുമ്പോ അവര് കണ്ടിരുന്ന ഡോറ ബുജി അല്ലെങ്കിൽ പിന്നെ സ്റ്റുവർട്ട് ലിറ്റിൽ എന്നൊക്കെ പറയുന്ന അല്ലെ, അത് സംഭവങ്ങളൊക്കെ മാറി അവരുടെ ടേസ്റ്റ് മാറുകയാണ്, നമുക്ക് കാണാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യും, അവർക്ക് പിന്നെ വേറെ തരത്തിലുള്ള അവരുടെ എന്താ പറയാ, കുറച്ച് ത്രില്ലിംഗ് ആയിട്ടുള്ള, ഡേഞ്ചേഴ്സ് ആയിട്ടുള്ള ഫൈറ്റിങ് അത് ഇതൊക്കെ ലേക്കായിരിക്കും അവർ പോവാ. നമ്മളൊരു ബൗണ്ടറി വെച്ചിട്ടില്ലെങ്കിൽ അവരങ്ങനെ പോകും. അപ്പം നമുക്ക് ഇതൊന്നും അറിയാത്ത നമ്മുടെ പാവം ഗ്രാൻഡ് പാരന്റ്സ് എന്ത് ചെയ്യും, നമ്മൾ അതങ്ങ് കൊടുത്തു കഴിഞ്ഞാല് അതിന്റെ ഒരു പ്രശ്നം ഉണ്ടാവുന്നത്, അത് പ്രതികൂലമായി ബാധിക്കുന്നത് നമ്മളെയും അതുപോലെ തന്നെ അവരുടെ പാരന്റ്സിനെയും വല്ലാണ്ട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, സങ്കടപ്പെടുത്തുന്നുണ്ട്. അതേപോലെ എപ്പോഴും ക്യാഷ് കൊടുക്കുക, കാണാതെ ക്യാഷ് കൊടുക്കുക, ജങ്ക് ഫുഡ്സ് വാങ്ങിക്കൊടുക്കുക അല്ലെ, നമ്മളൊക്കെ അവരോടുള്ള ഇഷ്ടത്തിന്റെ പുറകില്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, കുറയ്ക്കണം. ഓക്കെ, നമുക്ക് അവരോടുള്ള സ്നേഹം ഇതുപോലെയല്ല. അപ്പൊ അത് നമ്മൾ കാരണം നമ്മുടെ മക്കള് ബുദ്ധിമുട്ടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോകരുത്. ഓക്കെ, പിന്നെ അതേപോലെ ഇന്ന് കാണുന്ന വേറൊരു കാര്യമാണ് കേട്ടോ, നമുക്ക് ഇന്ന് അപ്പോ ഇത്രയാണ് കേട്ടോ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് പറയാനുള്ളത്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി ഒഴിവാക്കുക. കാരണം നമ്മൾ ഈ കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്നതോടുകൂടി നമ്മുടെ
മക്കളെയും കൂടെ പരിഗണിച്ചുകൊണ്ട് അവരെയും കൂടെ നോക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, അവരോടും സ്നേഹത്തോടെ ഇവരോടും സ്നേഹത്തോടെ ഉള്ള രീതിയിൽ രണ്ടുപേർക്കും ഗുണമുണ്ടാവുന്ന, നമുക്കും ഗുണമുണ്ടാവുന്ന രീതിയിൽ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പിന്നെ ഇന്ന് നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് നമ്മുടെ പാരൻസ്, ഗ്രാൻഡ് പാരൻസും കുട്ടികളും അല്ലെ. കുട്ടികളിൽ നിന്ന് ഒരുപാട് ദൂരെയാണ്. ഇപ്പൊ നമ്മൾ ഇത് പറയുമ്പോൾ തന്നെ പലർക്കും അവരുടെ കുട്ടികളെ മിസ് ചെയ്യുന്നുണ്ടാവും. കാരണം ഒരുപാട് ദൂരെയാണ്, ചിലർ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല. ഒരുപാട് വിഷമിക്കുന്ന ആളുകളുണ്ട് അല്ലെ. അപ്പോ എന്താണ്, അവർക്ക് ആ ഒരു ഒത്തിരി ദൂരെ 250% ഗ്രാൻഡ് പാരൻസും ഇന്ന് കുട്ടികളിൽ നിന്ന് ഒത്തിരി ദൂരെയാണ്. അവർക്ക് അവരുടെ കുട്ടികളെ കാണാൻ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, നമ്മള് ഇതുപോലെ അവർക്ക് എന്താ ഇങ്ങനത്തെ ഒരു സംഭവം, ഇങ്ങനെ ഒരാള് എന്ന് പറയുന്ന അവർക്ക് ഓർമ്മയുണ്ടാവില്ല, കണ്ടിട്ടും ഉണ്ടാവില്ല. അങ്ങനെ ഒരു ബന്ധല്ലേ എന്ന് ഒരുപാട് അങ്ങനെ വരുന്നു. ന്യൂക്ലിയർ ഫാമിലി എന്നൊരു ഇതിലേക്ക് ഒതുങ്ങി പോകുമ്പോൾ നമുക്ക് ഈ ഒരു റിലേഷൻ തന്നെ, ആ ഒരു റിലേഷന്റെ മഹത്വം അറിയാതെ പോവാറുണ്ട്. അല്ലെങ്കിൽ അതിന്റെ ഒരു മാധുര്യം അറിയാതെ പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഗ്രാൻഡ് പാരൻസിനൊക്കെ അല്ലെങ്കിൽ മുത്തശ്ശിനും മുത്തശ്ശിമാർക്കൊക്കെ ഒരുപാട് അസുഖങ്ങളും കൂടുതലാണ്. കാരണം അന്നത്തെ പോലെ കഥ പറയാനോ അല്ലെങ്കിൽ നമ്മുടെ ഇവരുടെ ബിസിയാണ് അല്ലെ, അവരുടെ കുട്ടികള് ബിസിയാണ്. ഒന്നുകിൽ ഓൾഡ് ഏജ് ഹോം അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ ഒറ്റയ്ക്ക് അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു കാലമാണ്. മക്കള് കൂടുതൽ ഉണ്ടാവണില്ല. അപ്പൊ എന്താ ഉണ്ടാവുക, ഇവർ കുറെ ചിന്തിച്ച് കുറെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. അല്ലെങ്കിൽ പിന്നെ അവർ അഭയം തേടുന്ന എവിടെയാണ്, നമ്മൾ EFT പോലെയുള്ള കോഴ്സുകളിൽ വന്നിട്ട് അവർ പിന്നെ അങ്ങോട്ട് എന്താ ഒന്ന് എനർജി ഒക്കെ കൂടി ബൂസ്റ്റ് ആയി സെൽഫ് ലവും പിന്നെ ഫൊർഗീവ്നെസ്സും ഒക്കെ പ്രാക്ടീസ് ചെയ്ത് അവർ പിന്നെ ഇങ്ങനെ അടിപൊളിയായിട്ട് പോകും. ഇതൊന്നും മനസ്സിലാകാതെ കിടക്കുന്ന ആളുകൾക്ക് എന്താ ഉണ്ടാവുക, അവരിങ്ങനെ ചിന്തിച്ച് ഡിപ്രഷനും ആൻസൈറ്റിയും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അവരുടെ ലൈഫും അങ്ങനെ പോകുന്നുള്ളതാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ മാക്സിമം കഴിയുന്നത്ര ആ ഒരു എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതും വരുന്നതും, അതുപോലെ കുട്ടികൾക്ക് ഫോണിലൂടെയും മറ്റും ആ ഒരു റിലേഷൻ അല്ലേ, നമ്മുടെ ഡിജിറ്റൽ വേൾഡ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, കുട്ടികളെ വീഡിയോ കോൾ ആയിട്ട് വിളിച്ച് കാണിച്ചിട്ടോ അല്ലെങ്കിൽ ഫോണിലൂടെ സംസാരിച്ചിട്ടോ ഇതാണ് ഗ്രാൻഡ് മദർ ആണ്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു റിലേഷൻ ജനിക്കുന്ന ആ ഒരു ഓർമ്മ വെച്ച നാൾ മുതൽ തന്നെ നമുക്ക് അവരെ പരിചയപ്പെടുത്തി കൊടുക്കാം. പിന്നെ അതേപോലെ വെക്കേഷന് പോകുമ്പോൾ ഇല്ലേ, വീഡിയോയിലൊക്കെ നമുക്കിന്ന് കണ്ടുകൊണ്ട് സംസാരിക്കാനും അതുപോലെയുള്ള ആ ഒരു അവസരം കൊടുക്കുക. നമ്മൾ എന്ത് ചെയ്യാ, ഒന്ന് കുറേ നേരം നമ്മൾ സംസാരിച്ചിട്ട് കുറച്ചു നേരം കുട്ടികൾക്ക് കൊടുക്കും. എന്നാ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് വെക്കും. അല്ല, അവര് ഒന്ന് വീഡിയോയിലൊക്കെ കണ്ടിട്ട് നല്ലതായിട്ട് ഇങ്ങനെയുള്ള ദൂരെയുള്ള ആളുകൾ കേട്ടോ സംസാരിച്ചിട്ട് ആ ഒരു ബോണ്ടിങ് നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം നമ്മള്. അപ്പോഴാണ് നമുക്ക് ആ ഒരു റിലേഷന്റെ മഹത്വം അല്ലേ, ഇത്രയും വലിയ ഒരു റിലേഷന്റെ മഹത്വം നമുക്ക് മനസ്സിലാവുള്ളൂ. അല്ലാതെ നമുക്കൊരു ബേർഡൻ വരുമ്പം കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റണില്ല എന്ന് വിചാരിക്കുമ്പോൾ മാത്രം കൊണ്ട് ഇടാനുള്ള ഒരു ഇടമാക്കിയിട്ട് മാറ്റരുത്. ഓക്കെ, അപ്പോ നമുക്ക് അല്ലെ ഇപ്പം ഇന്നെല്ലാരും ന്യൂക്ലിയർ ഫാമിലി ആഗ്രഹിക്കുന്ന ആളുകളാണ്. എന്താണ്, കുഞ്ഞുങ്ങളെ നോക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ മാത്രം ഇവർക്ക് കൊണ്ട് ഇട്ടുകൊടുക്കും. പിന്നെ പല ആളുകളും എന്താണ് ഇങ്ങനെ ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ജോലി സംബന്ധമായ കാര്യങ്ങൾ കൊണ്ടൊക്കെ ഫുള്ള് കുഞ്ഞുങ്ങളുടെ പഠിത്തം മുഴുവനും ഗ്രാൻഡ് പാരൻസിന്റെ അടുത്ത് ആയിരിക്കുന്ന ആളുകളുണ്ട് അല്ലേ. ഫുള്ള് കുട്ടികളെ നോക്കുന്നതും പഠിപ്പിക്കുന്നതും സ്കൂളിങ്ങും മൊത്തം ഗ്രാൻഡ് പാരൻസ് ആയിരിക്കും. അങ്ങനെയുള്ള കുറെ ആളുകളും ഉണ്ട്. അപ്പോ നമ്മൾ എന്ത് ചെയ്യണ്ടേ, നമ്മുടെ കുഞ്ഞുങ്ങളും ഈ ഒരു ഗ്രാൻഡ് പാരന്റും ആയിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ അത് സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നോക്കണം. രണ്ടു കൂട്ടരും ഇപ്പം ഗ്രാൻഡ് പാരന്റ് ആണെങ്കിലും ഞാനൊരു ഗ്രാൻഡ് പാരന്റ് ആണ് എന്ന രീതിയിൽ അവർക്ക് തമ്മിലുള്ള ആ ഒരു റിലേഷനെ അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആ റിലേഷന്റെ ഇടയിലേക്ക് നമ്മളൊരു ഇടങ്കോലിടാനായിട്ട് പോകരുത്. നമ്മുടെ റോള് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ചില ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ പുറത്തൊക്കെ പോകില്ലേ, ട്രിപ്പൊക്കെ പോവുകയാണെങ്കിൽ അപ്പം ഫാമിലിയിലുള്ള എല്ലാ മൊത്തം കുട്ടികളെയും കൂടെ കൊണ്ടുപോകാതെ നമുക്ക് ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുട്ടികളെ മാത്രം കൊണ്ടുപോകുക, പിന്നെ മറ്റവരെ കൊണ്ടുപോകാം. ഓക്കെ, ആ ഒരു രീതിയിലേക്ക് പിന്നെ അവരുടെ കൂടെ നമ്മൾ കളിക്കുക എന്നുള്ളത് നമുക്കും അവർക്കും നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനുള്ള വേണ്ടിയിട്ടുള്ള ടൈം കണ്ടെത്തുക. പിന്നെ അവരോട് നമ്മൾ എന്ത് ചെയ്യുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, സംസാരിക്കുക, വേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക വേണ്ടെടുത്ത് അല്ലെ. ചിലർക്ക് അച്ഛനേക്കാളും അമ്മയെക്കാളും ഒക്കെ ഇഷ്ടം ആരായിരിക്കും, മുത്തശ്ശനും മുത്തശ്ശിയായിരിക്കും. അപ്പൊ അവര് പറഞ്ഞാൽ അവർ കേൾക്കും. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ആ ഒരു രീതിയിൽ നമ്മൾ അവരെ കൊണ്ടുപോവുക എന്നുള്ളതാണ്.
ഓക്കെ. അപ്പൊ നമ്മള് ഒരു ഗ്രാൻഡ് പാരന്റ് എന്ന രീതിയിൽ ആ ഒരു റോള് നമ്മൾ എന്ത് ചെയ്യുക, ബഹുമാനിക്കുക, നമ്മൾ അതിനെ ആസ്വദിച്ച് കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഓക്കെ. അപ്പൊ നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സിനും കുറച്ച് റൈറ്റ് ഉണ്ട് കേട്ടോ. ചില ആളുകൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഗ്രാൻഡ് പാരന്റ്സിൽ നിന്നും ഈ കുട്ടികളെ പറ്റ മാറ്റി നിർത്തും, അല്ലെ? അവരൊരു പഴഞ്ചൻ രീതിയാണ് എന്നുള്ള ഒരു രീതിയിൽ മാറ്റി നിർത്തുന്ന സങ്കടകരമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? നമ്മുടെ ഗ്രാൻഡ് പാരന്റ്സ് അത്രയും ഇമ്പോർട്ടന്റ് ആണ്, ഓരോരുത്തരുടെ ലൈഫിലും ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ അവരെ അത് ഇവരോട് ചേർത്ത് നിർത്തി ഓരോ ബന്ധത്തിനും അതിൻ്റെതായിട്ടുള്ള മൂല്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. ഓക്കെ. അപ്പോ അവർക്ക് അതിന്റെ ഒരു റൈറ്റ് ഉണ്ട് കേട്ടോ. ഗ്രാൻഡ് പാരന്റ്സ് റൈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു റൈറ്റ് തന്നെ ഉണ്ട്, അല്ലെ? നമുക്ക് എല്ലാത്തിനും ഒരു നീതി ഉണ്ട്, നിയമങ്ങളൊക്കെ ഉണ്ട്. ഇത് അവരുടെ റൈറ്റ് ആണ്. അവരുടെ കൊച്ചുമക്കളെ, പേരക്കുട്ടികളെ കൊഞ്ചിക്കുക, ലാളിക്കുക, കാണുക എന്നൊക്കെയുള്ളത് അവർക്കും ഒരു റൈറ്റ് ആണ്. അതുകൊണ്ട് നമ്മള് അച്ഛൻ അമ്മ എന്ന രീതിയിൽ അവരുടെ ഇടയിലും എന്ത് സ്ഥാപിക്കരുത്, ഒരു ഭയങ്കരമായിട്ടുള്ള മതിലൊന്നും തീർത്ത് കളയരുത്. അവരെ സ്നേഹിക്കട്ടെ, കൊഞ്ചിക്കട്ടെ. കുട്ടികളും അവരുടെ സ്നേഹവും ലാളനയും അനുഭവിച്ച് വളരട്ടെ. ഓക്കെ. അപ്പോ ഗ്രാൻഡ് പാരന്റ്സ് റൈറ്റ് എന്നുള്ളത് ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ അതിന് വേണ്ടിയിട്ടല്ലേ, നമ്മുടെ അച്ഛനും അമ്മയും ഒന്നും പഴയ പോലെ അല്ലാതെ മാനസികമായിട്ടൊക്കെ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് മെയിൻ ആയിട്ടുള്ള കാരണം അവർ ഒറ്റപ്പെട്ടു പോകുന്നത് കൊണ്ടാണ്. ഇതുപോലെ പേരക്കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഒരിക്കലും അങ്ങനെ ഒരു ഒറ്റപ്പെടല അനുഭവപ്പെടൂല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, മാക്സിമം അവരുമായിട്ട് കുട്ടികളെ മിങ്കിൾ ചെയ്യാനായിട്ട് നമ്മൾ അനുവദിക്കുക എന്നുള്ളതാണ്. ഓക്കെ. ലവ് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ദാറ്റ് വൺ ജനറേഷൻ ക്യാൻ ലീവ് ടു അനദർ എന്നാണ് റിച്ചാർഡ് ഗാർണറ്റ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു തലമുറയിൽ നിന്നും മറ്റൊരു തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സമ്മാനം എന്ന് പറയുന്നത് സ്നേഹമാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ തലമുറകളിലേക്ക്, നമ്മുടെ പേരക്കുട്ടികളിലേക്ക്, മറ്റുള്ളവരിലേക്ക്, എല്ലാവരിലേക്കും സ്നേഹം കൈമാറ്റം ചെയ്യാൻ അല്ലെങ്കിൽ സ്നേഹം പകർന്നു നൽകാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. അപ്പോ ഇന്നത്തെ നിങ്ങളുടെ ടേണാണ്. ഇനി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് വെച്ചാൽ പറഞ്ഞോളൂ കേട്ടോ. നമുക്ക് നോമ്പായത് കൊണ്ടാണോ അത്രയും പേര് 300 1000ന്റെ അടുത്ത്, അല്ലെങ്കിൽ 800 700 ഒക്കെ വരുന്ന ആളുകൾ ഇപ്പൊ 300ലേക്ക് മാറി. ഓക്കെ, പറയൂ. ഫാത്തിമ മാം പറയൂ. സെക്കൻഡ്. ഓക്കെ, പറഞ്ഞോളൂ. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് ഇന്നത്തെ മോർണിംഗ്. മാമിന്റെ ക്ലാസ് ഭയങ്കര സൂപ്പറായി. പക്ഷെ ഇന്നത്തെ ഗ്രാൻഡ് പാരന്റ്സിനെ കുട്ടികൾക്കും വേണ്ട, പിന്നെ നമ്മളെ മക്കൾക്കും വേണ്ടാത്തൊരവസ്ഥയാണെന്ന് അതിന്റെ അനുഭവത്തിലൂടെ കടന്നുപോയ ഒന്ന് രണ്ട് വാക്കുകൾ ഞാൻ പറയാണ്. കാരണം എന്റെ ചെറിയ മോൾക്ക് 10ാം ക്ലാസ്സിലാവുമ്പോഴാണ് എനിക്ക് ആദ്യം തന്നെ ഒരു പേരക്കുട്ടി ഉണ്ടാണ്. അപ്പൊ മോൾ എന്ത് പറയും, നിങ്ങൾക്ക് പേരക്കുട്ടിനോടെ സ്നേഹമുള്ളൂ, എന്നോടുള്ള സ്നേഹം കഴിക്കണേ. അങ്ങനെ പിന്നെ അവര് തമ്മിൽ അടിയായി. പിന്നെ പിന്നെ ആണെങ്കിൽ നമ്മളെ പേരക്കുട്ടികളെ നമ്മൾ കൂടുതൽ സ്നേഹിച്ചാല് മക്കള് പറയും, ഓ നമ്മൾ കൊഞ്ചിച്ച് ആ കുട്ടീനെ കേട് വരുത്തിയിരിക്കണേ, അങ്ങനെ പറയും. അങ്ങനത്തെ ഒരു കാലാണ്. പിന്നെ ആണെങ്കിൽ ഈ ഗ്രാൻഡ് പാരന്റ്സിന്റെ ഓടുള്ള കുട്ടികളുടെ സ്നേഹം നമ്മൾക്ക് എത്രത്തോളം അതിന്റെ ആ കണക്റ്റിങ് എത്ര ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ ഞാൻ എൻ്റെ അനുഭവത്തിലുള്ള ഒരു കഥ പറയാണ്. ഒരു കുട്ടിക്ക് ഒരു വല്യമ്മാനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ ആ വല്യമ്മ കുട്ടിയും ഭയങ്കര കണക്ട് ആയത് പാരന്റ്സിന് ഇഷ്ടമല്ല. അപ്പൊ പാരന്റ്സ് ഈ വല്യമ്മാനെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കി. നമ്മളെ കുട്ടീനെ കേട് വരുത്തുന്നുണ്ട് വല്യമ്മ എന്ന് പറഞ്ഞാണ്ട്. അപ്പൊ ഈ കുട്ടിക്ക് കൊണ്ടാക്കിയിട്ട് കുട്ടീനോട് പറഞ്ഞില്ല വൃദ്ധസദനക്കാ കൊണ്ടാക്കിയത് ഒന്നും. വല്യമ്മാനെ ഇവിടെ ഹോസ്പിറ്റലിലാക്കാൻ പോവാന്ന് പറഞ്ഞ് നുണ പറഞ്ഞിട്ട് കൊണ്ടാക്കി. അങ്ങനെ ഈ കുട്ടി എന്ത് ചെയ്തു, പിറ്റേ ദിവസം വല്യമ്മാനെ കാണാഞ്ഞിട്ട് ടെൻഷനായി, കുട്ടിക്ക് പനി വന്നു, ബോധക്കേട് വന്നു. ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയപ്പോ ഡോക്ടർ പല നിലക്കും നോക്കിയിട്ട് കുട്ടീന്റെ ബോധം തെളിയണമില്ല. എങ്ങനെയാണ് ഈ കുട്ടിക്ക് എന്താണ് അസുഖം ഒന്നും മനസ്സിലാവണേ. അവസാനം ഡോക്ടർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കുട്ടിക്ക് ഗ്രാൻഡ് പാരന്റ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. ആ ഉണ്ട് എന്ന് പറഞ്ഞു. എന്നാ അതിനെ കൊണ്ടുവരുക പറഞ്ഞു. അപ്പൊ ഈ കുട്ടിന്റെ അച്ഛനമ്മമാര് ഈ ഗ്രാൻഡ് പാരന്റ്സിനെ തെരഞ്ഞു പോവുകയാണ്. ഞാൻ കൊണ്ടുവരാൻ ഇഷ്ടമുണ്ടായിട്ടൊന്നല്ല, കാരണം കുട്ടീനെ കേടുവരുത്തണ വല്യമാനല്ലേ കൊണ്ടാക്കിയത്. അങ്ങനെ അതിനെ തെരഞ്ഞു കൊണ്ടുവന്ന് അതിനെ കൊണ്ടുവന്നാണ്ട്
ഈ കുട്ടി വല്യമ്മ വന്നിട്ട് മോളെ എന്നാണ് വിളിച്ചത്. വല്യമ്മാന്റെ ഒച്ച കേട്ടപ്പോ ആ ഹോസ്പിറ്റലിൽ നിന്ന് കണ്ണാണ് തുറന്നു. ഡോക്ടറൊക്കെ ഇരിക്കണതിന്റെ ഇടയിൽ വെച്ച് പെട്ടെന്ന് കണ്ണ് തുറന്നു. അപ്പൊ ഈ കുട്ടിയും വല്യമ്മയും തമ്മിലുള്ള കണക്ഷനാണ് കുട്ടീനെ ബോധക്കേടിലേക്ക് നയിച്ചത് എന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ ഗ്രാൻഡ് പാരന്റ്സ് ഉള്ള ഈ ബന്ധം കുട്ടികൾക്ക് അങ്ങേയറ്റ അഗാധതയിൽ വന്നാല് അങ്ങനത്തെ ഉണ്ടാവും. പക്ഷെ മക്കൾക്ക് നമ്മൾ ആ ഗ്രാൻഡ് പാരന്റ്സിനോടുള്ള സ്നേഹം മക്കൾക്ക് ദഹിക്കണില്ല. അവര് പറയാണ് നിങ്ങള് ഞങ്ങളെ കുട്ടീനെ കൊഞ്ചിച്ച് കേടുവരുത്തിക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണ് പറയണ ഒരു കാലമാണ്. പിന്നെ കാരണം ഗ്രാൻഡ് പാരന്റ്സിന് ആർക്കും വേണ്ടാത്തൊരു കാലമാണ് ഇപ്പൊ. ഒക്കെ വൃദ്ധസദനങ്ങൾ ഇഷ്ടം പോലെ വളർന്നപ്പം അതിനനുസരിച്ച് മക്കളും ആയി തീർന്ന് ആരും വേണ്ടാതെ കൊണ്ടാക്കണ ഒരു സ്ഥലമായിട്ട് അതിനെ കാണുകയാണ്. അതിൽ ഭയങ്കര സങ്കടമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോ ജീവിക്കുന്നത്. പിന്നെ EFT വരുമ്പോ നമ്മൾ എന്ന് പറഞ്ഞാൽ പലവിധ അനുഭവങ്ങൾ ഓരോരുത്തർക്കും ഉണ്ടാവണം. എനിക്ക് അങ്ങനെ സുഖമായി ഇങ്ങനെ സുഖമായി ഓരോരോ നന്മകൾ പറയുന്നു. പക്ഷെ ആരും മനസ്സിലാക്കണില്ല. ഇതിൽ വരുമ്പോൾ നമ്മൾ ആത്മാർത്ഥമായ ഹൃദയം തട്ടിയിട്ട് നമ്മൾ ദൈവത്തോട് നന്ദി പറയുമ്പോഴാ ആ നന്ദിയുടെ പവറാണ് നമുക്ക് കിട്ടുന്നത് എന്ന് ആരും മനസ്സിലാക്കണില്ല. EFT അതിലേക്കുള്ള ഒരു പ്രവർത്തനത്തിന്റെ മേഖലയാണ്, ശരിയാണ്. EFT ആണ് നമ്മൾ അതിലേക്ക് എത്തിച്ചത് ഒക്കെ ഓക്കെ. പക്ഷെ ഇത് ദൈവത്തിനോട് നന്ദി അഗാധതയിൽ എന്ന് പറയുമ്പോ അതിന്റെ ഒരു ഇതാണ്. അതായത് ദൈവം പറയുന്നുണ്ട് നിങ്ങൾ എന്നിലേക്ക് ഒരു ചാണെടുത്താൽ ഞാൻ നിങ്ങളിലേക്ക് ഒരു മുഴമെടുക്കും, നിങ്ങൾ എന്നിലേക്ക് ഒരു മുഴമെടുത്താൽ ഞാൻ നിങ്ങളിലേക്ക് ഒരു മാറെടുക്കും. നമ്മൾ എത്രത്തോളം ദൈവമായിട്ട് കണക്ട് ആവണോ അത്രത്തോളം നമ്മളുമായിട്ട് ഇങ്ങോട്ടും കണക്ട് ഉണ്ടാവും. ഹൃദയം തൊട്ട് നന്ദി പറയാൻ EFT പഠിപ്പിച്ചത് അത് ഭയങ്കര ഒരു EFTന്റെ ഒരു മഹത്വം തന്നെയാണ്. എല്ലാം ഞാൻ പറയണില്ല. ഹൃദയം തൊട്ട് നന്ദി പറയാൻ നമുക്ക് ആർക്കും അറിയാത്തൊരു സിറ്റുവേഷനിലാണ് നമ്മളൊക്കെ EFTയിൽ വരുന്നത്. അപ്പോഴാണ് EFTയുടെ മഹത്വം നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ EFT നമുക്കൊരു തിരിച്ചറിവും കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിനൊക്കെ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ അങ്ങനെ സംസാരം നീണ്ടുപോകും. അങ്ങനെ നമ്മൾ കുറെ പിന്നെ ഓക്കെ, താങ്ക് യു സോ മച്ച് ഫാത്തിമ മാം. താങ്ക് യു. ഓക്കെ, ഒരുപാട് കഥകളും അനുഭവങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ഫീഡ്ബാക്ക് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മള് എന്ത് ചെയ്യാ, നമ്മള് ഇപ്പൊ ഒരു ഗ്രാൻഡ് പാരന്റ് ആണെങ്കിൽ നമ്മൾ അതിലും സ്ട്രെസ് അടിച്ച് നമ്മൾ ജീവിക്കാതെ നമ്മൾ നമ്മുടേതിലേക്ക് നമ്മൾ നോക്കുക അല്ലെ. നമ്മുടെ ഭാഗത്ത് എന്താണ്, നമ്മൾ എന്താണ് തിരുത്തേണ്ടത്, നമ്മൾ എങ്ങനെയാണ് മാറേണ്ടത് അല്ലെ. നമുക്ക് അല്ലെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ ഭാഗത്താണ് നല്ലത് എങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്ത് നല്ലത് ചെയ്തിട്ടും അവരിൽ നിന്നൊരു പ്രശ്നം നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് വിഷമവും സങ്കടമൊക്കെ ആയിട്ട് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുക ചെയ്യാം. നമ്മൾ സെൽഫ് ലവ് കൊടുത്ത്, നമ്മൾ ഫോർഗിവ്നെസ് കൊടുത്ത്, ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ലൈഫ് മാറ്റുമ്പോൾ എല്ലാ ബന്ധങ്ങളും നമ്മളിലേക്ക് ഊഷ്മളമായിട്ട് വരും. ഓക്കെ, അപ്പോ ഒരുപാട് സന്തോഷം. ഓക്കെ, ആരിഫ മാം പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. എൻ്റെ ക്ലാസ് നല്ല ഒരു ക്ലാസ് ആയിരുന്നു. ഇതൊക്കെ കുറച്ച് നേരത്തെ കേൾക്കേണ്ടതായിരുന്നു. പിന്നെ വെച്ചാല് നമ്മള് കേട്ടാലും നമ്മളെ വീട്ടുകാരായിരുന്നു കേൾക്കേണ്ടിയിരുന്നത്. നമ്മള് കേട്ടിട്ട് നമുക്കിപ്പോ മക്കള് കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. ഇൻഷാ അള്ളാ റെഡിയായ അതിലേറെ ആഗ്രഹിക്കണം ഓരോ കാര്യത്തിനും വേണ്ടിയിട്ട്. ഒക്കെ നടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ്. പിന്നെ ഞാനൊരു ഡയറ്റോട് പറയാന് വന്നത് എന്താ വെച്ചാൽ, ഇന്നലെ എനിക്ക് വയറിനൊരു അസ്വസ്ഥത ഉണ്ടായി, ഭയങ്കരമായിട്ട് വേദന ആയിരുന്നു. അപ്പൊ എനിക്ക് തന്നെ ഒരു ഭയം തോന്നി നേരത്തെ. അപ്പൊ പിന്നെ ഞാൻ ടാപ്പിംഗ് ചെയ്തുകൊണ്ട് പിന്നെ ഞാൻ എന്റെ മാമിന് ഒരു മെസ്സേജ് അയച്ച് ഞാൻ അങ്ങനെ ടാപ്പ് ചെയ്തിട്ടുണ്ട്, വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ട് അതിന് എന്നാ പറയില്ല, അതന്നെ ചെയ്താൽ മതിയെന്ന്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നിടയിൽ യാദൃശികമായിട്ട് വേദനന്റെ ഇതിൽ എങ്ങനെ ഉറങ്ങിപ്പോയിക്കണേ ഞാൻ. പിന്നെ 9:30 ക്ലാസ്സിന് പിന്നെ മെഡിറ്റേഷന് കയറണം എന്ന് വിചാരിച്ച് ഇരുന്നതാണ്. സാധാരണ കയറലുണ്ട്, പക്ഷെ ഇന്നലെ ഉറങ്ങിപ്പോയ കാരണം പെട്ടെന്ന് എണീറ്റപ്പോ 9:30 കഴിച്ചിക്കണ്. ആ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടാവില്ല വിചാരിച്ച് ഓൺ ചെയ്തപ്പോ പകുതി ആയിക്കണ് ക്ലാസ്. മാഷാ അള്ളാ, പിന്നെ എനിക്ക് ഇതുവരെ വേദന അറിഞ്ഞിട്ട് തന്നെ ഇല്ല. അൽഹംദുലില്ലാ. ആ ഒരു പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, അപ്പൊ നമ്മള് പ്രാക്ടീസ് ചെയ്താൽ അതിന്റെ ഫലം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് കേട്ടോ. നമ്മള് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച് അറിയാത്ത ആളുകൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താണ് സംഭവം എന്നൊക്കെ. പക്ഷെ ഇതില് നല്ല അതുപോലെയുള്ള നമ്മുടെ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, നമ്മള് ഒറ്റപ്പെടലും വേദനകളും ഡിപ്രഷനും ആങ്സൈറ്റിയും അതുപോലെ ശാരീരികമായ മാനസികമായ മറ്റുള്ള റിലേഷൻഷിപ്പിലുള്ള പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്കും എന്താണ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു, അല്ലെങ്കിൽ നല്ല മാറ്റം ഉണ്ടാകുന്ന, ലൈഫ് മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് മുന്നേറാൻ സാധിക്കുന്ന ഒരു കോഴ്സാണ് നമ്മുടെ EFT എന്ന് പറയുന്ന റഫീഖ് സാറിന്റെ EFT ഗുരു.
ആ ഒരു ഇതില് നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾക്ക് കേൾക്കാനും അതുപോലെ നിങ്ങൾക്ക് വേണ്ട എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തന്നുകൊണ്ട് നിങ്ങളെ നല്ല ഒരു രീതിയിലേക്ക് നയിക്കുന്ന ഒരു കോഴ്സാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ നമ്പർ ചാറ്റ് ബോക്സിൽ കൊടുത്താൽ മതി കേട്ടോ. കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്പർ ചാറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ. ഖദീജ മാം, കുറച്ച് നാളായല്ലോ കണ്ടിട്ട്, എവിടെയായിരുന്നു? അൺമ്യൂട്ട് ചെയ്തോ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഹാപ്പി മോർണിംഗ് ടു ഓൾ. ഞാൻ ഇവിടെ ഒക്കെ ഉണ്ട് മാം. ഞാൻ ഓരോരോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ വീഡിയോ ഓഫ് ആക്കിയിട്ട് ഞാന് കേൾക്കലും കാണലും ഒക്കെ ഉണ്ട്. മാം ചോദിച്ചതൊക്കെ ഞാൻ അറിഞ്ഞീന്. പിറ്റേന്ന് ഞാൻ വന്നിരുന്നു ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ പറയാൻ. പിന്നെ ഇന്നത്തെ ടോപ്പിക് എനിക്ക് വളരെ ഇഷ്ടമായി. കാരണം എനിക്ക് 3 പേരമക്കളുണ്ട്. മാഷാ അല്ലാ. 5 വയസ്സ്, 4 വയസ്സ്, 3 വയസ്സ്. അപ്പൊ ഞമ്മക്ക് ഇന്ന് മാമിന്റെ ക്ലാസ് എല്ലാരും ഉപകാരപ്രദമായിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ്. എനിക്ക് കുറെ ഉപകാരപ്രദമായിന്. കാരണം നമ്മള് ഈ 3 മക്കൾ ഉണ്ടാവുന്നതല്ലേ വീട്ടില് ഒരു നേരത്തെ ഭക്ഷണത്തിനോ അല്ലെ ഒരു എന്തെങ്കിലും ഒരു രുചിക്കുറവ് വന്നാലും നമുക്കൊന്നും അറിയില്ല. അത്രയും സന്തോഷാണ് കുട്ടികളെ. പിന്നെ വെച്ചാൽ ഒരു ലിമിറ്റ് വെച്ചിട്ട് നമ്മള് ഓലെ പരിഗണിക്കുക. കാരണം ഓലെ പേരൻസിനും നമ്മള് വിട്ടുകൊടുക്കണം. ഇപ്പൊ വിദ്യാഭ്യാസം ആയാലും ഓല ഇഷ്ടം ഏതാണ് വെച്ചാല് അതിന് നമ്മള് ഓൽക്ക് അല്ലാതെ നമ്മളിങ്ങനെ വെറുതെ നിങ്ങളിങ്ങനെ നമ്മള് വിചാരിച്ച തന്നെ പഠിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ട് കാര്യമല്ല. അതൊക്കെ ഓലെ സൊല്യൂഷൻ ഓല് തിരഞ്ഞെടുക്കാം. പിന്നെ ഒരു ഗ്രാൻഡ് പേരൻസ് ഡേ ഉണ്ടല്ലോ, അന്ന് എന്റെ മോന് പഠിക്കുന്ന സ്ഥാപനത്തിൽ എനിക്ക് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിന് വളരെയധികം സന്തോഷമുണ്ട്. അത് വേറെ ലെവലാണ് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞത്. പിന്നെ ഗ്രാൻഡ് പേരൻസ് ആവുക എന്ന് പറഞ്ഞാൽ തന്നെ അതല്ല, അതിനപ്പുറം ഭാഗ്യമാണ്. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ എനിക്കതിന് ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഒരുപാട് നമ്മള് മനസ്സിലല്ലേ നമ്മളെ പ്രായമൊക്കെ എണ്ണം മാത്രമേ ഉള്ളൂ. പിന്നെ മുത്തശ്ശിമാരാണ് അല്ലെ പേരൻസ് ഗ്രാൻഡ് പേരൻസ് ആണ് വിചാരിച്ചിട്ട് നമുക്ക് കുറെ പ്രായം നമുക്കില്ല. എനിക്ക് കുറെ പ്രായം കുറഞ്ഞോണ്ട് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതില്ല. പിന്നെ ഈ ഒരു EFT വരാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ, കാരണം ഇങ്ങനത്തെ ഓരോ ടോപ്പിക് നമ്മ കുറെ ആൾക്കാർക്ക് തിരിച്ചറിവ് കിട്ടാന് ഇത് ഉപയോഗപ്പെടുന്നുണ്ട്. അപ്പൊ EFT വരാൻ കഴിഞ്ഞത് എനിക്ക് വലിയ 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 ഭാഗ്യമാണ്. EFT വന്നവർക്കൊക്കെ ലക്കിയാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ ഒരു കുടുംബത്തിലേക്ക് ഞാൻ എല്ലാവരും ക്ഷണിക്കുകയാണ്. ഇതിൽ ജോയിൻ ആവാത്തവരുണ്ടാവും. അപ്പൊ ഓരൊക്കെ ഈ കുടുംബത്തിൽ വന്ന പലതും 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 നമുക്ക് പെറുക്കിയെടുക്കാണ്ട് എന്ന് ഞാൻ എല്ലാവരെയും അറിയിക്കുകയാണ്. താങ്ക് യു താങ്ക് യു താങ്ക് യു ടു ഓൾ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച് ഖദീജ താങ്ക് യു മാം. ഓക്കെ ഖദീജ മാം ഓർമ്മിച്ച ഒരു പോയിന്റ് ഞാനിവിടെ ഒന്നുകൂടെ എടുത്തു പറയാണ്. നമ്മളിപ്പോ ഗ്രാൻഡ് പാരന്റ്സ് ആണ്. ഞാൻ ഇന്നിപ്പോ വല്യമ്മായി വല്യപ്പായി എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഒരു മൂലക്ക് മാറ്റി വെച്ച് നമ്മൾ ചടഞ്ഞുകൂടി ഇരിക്കേണ്ട ആളല്ല അല്ലെ. ഇന്ന് അതൊക്കെ ഒരുപാട് മാറി അല്ലെ. നമ്മൾ അറിയാം ഒരു ടൂറ് പോയിട്ട് അല്ലെ എവിടെയെങ്ങാണ്ട് പോയിട്ട് കാശ്മീരിലൊക്കെ പോയിട്ട് വീഡിയോ എടുത്തിട്ടൊരു ഇത്തയുടെ ഒരു ഇതുണ്ടായിരുന്നല്ലോ. നമുക്കൊരു ലൈഫേ ഉള്ളൂ. നമ്മൾ വല്യമ്മ ആയാലും വല്യപ്പ ആയാണെങ്കിലും നമുക്കൊരൊറ്റ ലൈഫേ ഉള്ളൂ അല്ലെ. അത് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ വടി കുത്തി കൂനി പിടിച്ച് നടക്കേണ്ടവരല്ല. നമ്മുടെ ലൈഫിലെ ഓരോ ഇതുകളും നമ്മൾ ഗ്രാൻഡ് പാരന്റ്സ് ആണെങ്കിൽ ആ ഒരു ഇതിനെ നമ്മൾ എൻജോയ് ചെയ്യുക. നമ്മൾ എവിടെയാണോ ഉള്ളത്, ആരുടെ കൂടെയാണോ ഉള്ളത്, അവിടെ നമ്മൾ എൻജോയ് ചെയ്യുക. അതേപോലെ നമ്മുടെ ലൈഫിനെ നമ്മൾ എന്ത് ചെയ്യുക, സന്തോഷത്തോടു കൂടി കൊണ്ടുപോവുകയും ചെയ്യുക. ഓക്കെ. വേറെ ആരും വരില്ല നമുക്ക് അല്ലേ. നമ്മൾ അനുഭവിക്കാത്ത കുറേ കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ലോകത്തുണ്ട് അല്ലെ. നമ്മൾ കഴിക്കാത്ത പല ഫുഡുകളും ഉണ്ട്, പല സൗകര്യങ്ങളുണ്ട് അല്ലേ. അപ്പം കാലം മാറി കോലം മാറി. നമുക്ക് അനുവദനീയമായ അല്ലെ, ഞാൻ അടിവരയിട്ട് പറയാണ് ഇനി ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് വേദനയാവാത്ത, മറ്റുള്ളവർക്ക് വേദനയാവാത്ത രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാം. ഓക്കെ. ഓക്കെ ദിലീപ് സാറ് പറയൂ. ഞാൻ ഓപ്ഷൻ തരുന്നുണ്ട്, നിങ്ങൾ കാണുന്നില്ല. ഓക്കെ. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഹലോ, ഗുഡ് മോർണിംഗ്. കേൾക്കുന്നുണ്ട്, പറയും. താങ്ക് യു മാം. ഞാനും എന്റെ കുട്ടിപ്പരുവത്തില് എനിക്കും പറയാനുള്ളത്, ഞാൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ഒരുപാട് വാത്സല്യം കിട്ടിയ ഒരു മകനാണ് ഞാൻ. അതിൽ വളരെയധികം ഞാൻ സന്തോഷിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ എൻ്റെ മാതാപിതാക്കൾക്ക് കിട്ടാതെ പോയൊരു സന്തോഷമാണ് എൻ്റെ മകൻ. അവന്റെ സന്തോഷം എന്താണെന്നും അത് ഞാനും അതേപോലെ തന്നെ ഒരു ഫാദർ എന്ന നിലയ്ക്ക്
ആ മകനെ ഒന്ന് കളിപ്പിക്കാനോ ചിരിപ്പിക്കാനോ ഒന്നും കഴിയാത്ത ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ ആ തകർച്ചയിൽ നിന്നാണ് എന്നെ EFT ഞാൻ വരുന്നത്. EFT ആണ് സ്നേഹം എന്താണെന്ന് എന്നെ പഠിപ്പിക്കുന്നതും. അതുകൊണ്ട് സ്നേഹത്തിന്റെ തിരമാലയിൽ ഞാൻ ഇങ്ങനെ ആറാടിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇപ്പോഴാണ് സ്നേഹം എന്താണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അതിന് വളരെയധികം നന്ദി EFTക്ക്, EFT കുടുംബത്തിന് വളരെയധികം നന്ദി. ഇതേപോലെ മാം പറഞ്ഞതുപോലെ തന്നെയായിരുന്നു എന്റെ മാതാപിതാക്കളെ എന്റെ വൈഫിന്റെ പ്രഗ്നൻസി കഴിഞ്ഞു ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നതിന് ശേഷം എന്റെ മാതാപിതാക്കളെ എന്റെ കുഞ്ഞിനെ തൊടാനൊന്നും എന്റെ വൈഫ് സമ്മതിക്കത്തില്ലായിരുന്നു. മാം പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു എന്റെ വീട്ടിലെ എന്റെ അനുഭവം. അത് തന്നെയായിരുന്നു. ഒരുപാട് പെയിൻ ഞാൻ അനുഭവിച്ചിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഹാപ്പിയാണ്. EFTയിൽ വന്നതോടെ ഹാപ്പിയാണ് മാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് ദിലീപ് സാർ. അപ്പോ കൺഗ്രാറ്റുലേഷൻസ്. ഒരുപാട് മാറ്റങ്ങൾ ലൈഫിൽ ഉണ്ടാക്കിയതാണ്. നമ്മുടെ മോർണിംഗ് ക്ലാസ് തന്നെ കേട്ടിട്ട് മാറ്റങ്ങൾ ഉണ്ടാക്കി ഇപ്പൊ കോഴ്സിൽ വന്ന് അതിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ദിലീപ് സാർ മുന്നോട്ട് പോകുന്നു. ഒരുപാട് സന്തോഷം നിങ്ങളെ കാണുമ്പോൾ. ഓക്കെ, സജി ഷെരീഫ്. സജിയാണോ സാജിയാണോ? സജി ഷെരീഫ്, സാജിദ ഷെരീഫ്. സാജിദ. ഹായ് മാം, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ 9ാം ബാച്ചിലത്തെയാണ്. സോഫി മാമാണ് എൻ്റെ PCA. എനിക്ക് പറഞ്ഞ പോലെ 3 പേരക്കുട്ടികളുണ്ട്, അൽഹംദുലില്ലാ. ഞാൻ എന്താ പറയാ, ഭയങ്കര സന്തോഷമാണ് നമുക്ക് അതിനകത്ത് പിള്ളേരെ നോക്കുമ്പോഴും എടുക്കുമ്പോഴൊക്കെ. അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ളത്, ഞാൻ സാറിനോട് പറയണമെന്ന് വിചാരിച്ചിട്ട് ഹാൻഡ് റൈസ് ചെയ്തു, പക്ഷെ എനിക്ക് പറ്റിയില്ല. അപ്പൊ ഞാൻ മാമിനോട് പറയുന്നു. എന്റെ മകളെ ഒരു സ്വയം സംരംഭക എന്ന നിലയിൽ അവള് പഠിച്ച കോളേജിലേക്ക് വിമൻസ് ഡേയുടെ അതായത് നാളെ മോളെ വിളിച്ച് ആദരിക്കുകയാണ്. ഓ, നാളെ മാർച്ച് 8 ആണല്ലേ? ഓ അല്ല, അത് 8ാം തീയതിയാണ് അതിന്റെ ഇത്. മാർച്ച് 8-നാണ് വിമൻസ് ഡേ. അതെ അതെ. അപ്പം അതിലേക്ക് ഒരു ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. അപ്പൊ എനിക്ക് എന്താ പറയാ, എനിക്ക് കോടാനുകോടി നന്ദി പടച്ചവനോട്. കാരണം നമുക്ക് അങ്ങനെ ഒന്ന് പോവാനും. അതെ, അപ്പൊ എനിക്ക് കഴിഞ്ഞ ദിവസം വെൽത്തിന്റെ മെഡിറ്റേഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ് മോള് വൈകിട്ട് വീട്ടിൽ വന്നപ്പോഴാണ് എന്നോട് പറയുന്നത്, എന്നെ മോള് വിളിക്കുന്നത് മാതാന്നാണ്. അത് തന്നെയാണ് എന്റെ പേരക്കുഞ്ഞും വിളിക്കുന്നത്. ഒരു പേരക്കുഞ്ഞ് മാതാന്നും വിളിക്കും, ഒരു പേരക്കുഞ്ഞ് സിയാന്നും വിളിക്കും. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. ആ ഗ്രാറ്റിറ്റ്യൂഡ് ഒന്ന് പറയണം. പണത്തെക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിച്ചതും അതാണ്, മക്കളിൽ നിന്നുള്ള സന്തോഷം. അത് വളരെ പറയാൻ വേണ്ടിയിട്ടാണ് മാം. താങ്ക് യു. ക്ലാസ് വളരെ നല്ലതാണ്. കാരണം ഞങ്ങളെ പോലുള്ള ഗ്രാൻഡ് പാരന്റ്സിന് അതൊരു വളരെ നല്ലതാണ്. താങ്ക് യു മാം. താങ്ക് യു വെരി താങ്ക് യു മച്ച്. സോ മച്ച് സജിത മാം. അപ്പൊ വെൽത്ത് ഇങ്ങനെ കൂടിക്കൊണ്ടേ വരികയാണല്ലേ? വെൽത്തിന്റെ മെഡിറ്റേഷൻ കിട്ടിയപ്പോ വെൽത്ത് കൂടി. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. അപ്പൊ കുറച്ച് ഞങ്ങൾക്കും തരണേ. ഇൻഷാ അല്ലാ എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുന്നുണ്ട്. ഓ, തീർച്ചയായിട്ടും എല്ലാവർക്കും വെൽത്ത് ഉണ്ടാവട്ടെ, സമ്പൽ സമൃദ്ധി ഉണ്ടാവട്ടെ. ഓക്കെ, രാജലക്ഷ്മി മാം. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. താങ്ക് മോനെ കൊണ്ട് 9:30 ഹോസ്പിറ്റലിൽ പോണം. കാലിനൊരു ഫ്രാക്ചർ ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. അന്ന് പറഞ്ഞു. ഞാനിപ്പോ ഇന്നത്തെ ക്ലാസ് കേട്ടപ്പോ എന്റെ അച്ഛന്, എനിക്ക് എന്റെ അമ്മയുടെ സ്നേഹം മാത്രമേ കിട്ടിയുള്ളൂ, ബാക്കി ആരെയും കണ്ടിട്ടില്ല. എന്റെ മകൻ എന്റെ അച്ഛന്റെ അമ്മയുടെ സ്നേഹം ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞാൽ എന്റെ അച്ഛനായിരുന്നു അവനെ താരാട്ട് പാടി ഉറക്കുന്നത്. ഞാൻ പ്രസവിച്ച് 58 ദിവസം കഴിഞ്ഞ് ഹസ്ബൻഡിന്റെ വീട്ടിൽ പോയപ്പോ എന്റെ അച്ഛൻ എന്നും നെഞ്ചുവേദന, എന്നും. അമ്മ പറയും മോനെ കാണാത്ത നെഞ്ചുവേദന. അങ്ങനെ എന്നും മിക്ക ദിവസങ്ങളിലും മോനെ കാണാനായിട്ട് ഇങ്ങനെ വരുമായിരുന്നു എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലോട്ട്. ആ ഒരു സ്നേഹം ഒരുപാട് അനുഭവിച്ചു. ഇപ്പോഴും എനിക്ക് ആ നഷ്ടം ഓർക്കുമ്പോൾ എന്റെ കണ്ണ് നിറയും. എന്റെ അച്ഛൻ ഒന്ന് പോയത് എന്റെ സന്തോഷം, ഇപ്പോഴത്തെ സന്തോഷം കാണുന്നവരില്ലല്ലോ എന്ന് ഓർക്കുന്നത്. പിന്നെ EFTയിൽ വന്ന് ഞാൻ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ വളരെ ഹാപ്പിയാണ്, ബ്ലസ്ഡ് ആണ്. എന്റെ മകൻ ഇപ്പൊ ഇതിൽ ഈ 10ാമത്തെ ബാച്ചിൽ പ്രാക്ടീസ് ചെയ്ത് അവന് ഒരുപാട് ഹാപ്പിയായി, ബ്ലസ്ഡ് ആയി. എനിക്ക് ഒരുപാട് സന്തോഷം. എത്ര നന്ദി പറഞ്ഞാലും തീരാത്ത പ്ലാറ്റ്ഫോമാണ് EFT. സത്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും മരണം വരെ എന്റെ ജീവിതം ഞാൻ EFTയോട് കടപ്പെട്ടിരിക്കുന്നത്. എന്റെ PCA ശ്രീലകമാണ്. മാമിനെ എനിക്ക് ഒത്തിരി ഇഷ്ടം. ഒരുപാട് കാണുന്നവരെ നമുക്ക് കൂടുതൽ അടുപ്പം വരുന്നത്. മാമിനെ ഞാൻ എപ്പോഴും പോകും. ഒരുപാട് നന്ദി. എല്ലാവരോടും ഹൃദയം തൊട്ട് ഞാൻ നന്ദി പറയുകയാണ്. ഒരുപാട് നന്ദി. സന്തോഷം കൊണ്ട് കണ്ണു പറയുകയാണ്. ഒരുപാട് നന്ദി. സന്തോഷം. ഇനിയും ഒരുപാട് സന്തോഷങ്ങളിലൂടെ
കടന്നു പോകാൻ ഇടയാവട്ടെ. പിന്നെ ഈ വേദി വ്യത്യാസത്തിന്റെ കാര്യം പറയുമ്പോൾ അതുപോലെ എന്റെ ഹസ്ബൻഡ് വീട്ടിൽ അതുപോലെ എന്റെ മകനൊരു സ്നേഹം കിട്ടിയിട്ടേ ഇല്ല. അതെനിക്ക് ഓർമ്മ സങ്കടമാണ്. 11 മക്കളുണ്ടെങ്കിലും 2 ആൺമക്കളുടെ മക്കളെ അവർക്ക് കണ്ടേ കൂടായിരുന്നു. എന്താ കാര്യം അറിയില്ല. ഇറ്റ്സ് ഓക്കെ. ഞാൻ ഇതെല്ലാം അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നു. വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച് രാജലക്ഷ്മി മാം. അപ്പൊ ഇനിയും നല്ല മാറ്റങ്ങൾ ലൈഫിൽ, ഇപ്പൊ മോനും കൂടെ കോഴ്സ് ചെയ്തു, ഓൾറെഡി കോഴ്സ് ഒക്കെ ചെയ്ത് നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കിയാണ് നമ്മുടെ രാജലക്ഷ്മി മാം. ഇപ്പൊ മോനൂടെ കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ നല്ല മാറ്റങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു എന്താണ് ഒരു മോള് നിങ്ങളുടെ മോന്റെ വൈഫായിട്ട് വരട്ടെ. അതേപോലെ നിങ്ങൾക്കും ഇതുപോലെ നല്ല ഗ്രാൻഡ് ചിൽഡ്രന്റെ ഒരമ്മൂമ്മയായിട്ട് നല്ല ഒരുപാട് നാള് ജീവിക്കാനുള്ള അവസരം ഉണ്ടാവട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, റുക്കിയ മാം പറയൂ. റുക്കിയ മാം അൺമ്യൂട്ട് ചെയ്ത് തരുന്നുണ്ട്. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റണില്ല. ഹലോ, ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. മാം പറഞ്ഞതുപോലെ 4 പേരക്കുട്ടികളുണ്ട്. 3 എന്റെ അടുത്തുണ്ട്. ഓരോ ഉമ്മാരൊക്കെ പഠിച്ചാൻ പോവാ. മോന്റെ ഭാര്യ പഠിക്കാൻ പോകുന്നുണ്ട്. മോള് ടീച്ചറായി വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് 2 മക്കള്. ഒന്ന് 1.5 വയസ്സായതാ, ചെറുത് 1.5 വയസ്സായതാ. മറ്റേത് 7 വയസ്സായത്, ഒന്ന് 4 വയസ്സായത്. അൽഹംദുലില്ലാ. അവലെ ചിരിയൊക്കെ കാണുമ്പോ നല്ലൊരു സന്തോഷാണ്. പക്ഷെ നമുക്ക് അതിലും സങ്കടവും ഉണ്ട്, നല്ല സമാധാനവും ഉണ്ട്. കാരണം ഓരോ ചിരിയൊക്കെ കാണുമ്പോ നമ്മളെ ടെൻഷനൊക്കെ എല്ലാം മാറിപ്പോവും. പിന്നെ കൊറേ ഇബാദത്തൊന്നും ചെയ്യാൻ കൂടുന്നില്ല, ചെറിയ മോനായതുകൊണ്ടേ. നോമ്പായതുകൊണ്ട് നമുക്ക് ഓതാനും അങ്ങനൊന്നും ഇരിക്കാൻ കഴിയണില്ല. അങ്ങനത്തെ ഒരു ഓക്കെ. എന്നാലും അതിനൊരു കൂലി ഉണ്ടാവുമല്ലോ നോക്കുമ്പോ. ഇതൊരു ഇബാദത്തായിട്ട് കൂട്ടിയാൽ മതി. ഇതൊരു ഇബാദത്താണല്ലോ. അതന്നെ, അൽഹംദുലില്ലാ. അപ്പൊ അങ്ങനെ സന്തോഷമായിട്ട് പോണ്. അല്ല, നല്ല പണിയാണ് കേട്ടോ. 3 കുട്ടികൾ, ചെറിയ കുട്ടികളെ നോക്കുക എന്നുള്ളത് നല്ലൊരു കടമ്പ തന്നെയാണ്. ഓക്കെ, ഈ എന്തായാലും നോമ്പൊക്കെ ആയതുകൊണ്ട് ഒരു ചായന്റെ കടി ഉണ്ടാക്കാനൊക്കെ ഒന്നിനും സമ്മതിക്കുന്നില്ല. ഇന്നലെയൊക്കെ ഭയങ്കര കരച്ചിലും. 4 ദിവസം ഒക്കെ ഉറങ്ങിയ അടിയിൽ വന്നാണ് ഞാൻ എല്ലാം ചെയ്ത ആരോഗ്യത്തോടെ പോകുന്നുണ്ട് സന്തോഷമായിട്ട്. അൽഹംദുലില്ലാ. EFT വന്നതുകൊണ്ട് നല്ല സമാധാനം ശാന്തിയും കിട്ടുന്നുണ്ട്. അൽഹംദുലില്ലാ. ഓക്കെ, നിങ്ങൾക്ക് അതിനുള്ള ആരോഗ്യം ഉണ്ടാവട്ടെ, മനസ്സമാധാനം സന്തോഷമൊക്കെ ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു സോ മച്ച്. സലീല മാം വീഡിയോയിൽ വരൂ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് Good മോർണിംഗ്. morning. അല്ലെങ്കിൽ ഗ്രാൻഡ് പാരൻസിന്റെ കാര്യം പറഞ്ഞു കേട്ടപ്പോ ഞാനും ഓർക്കാണ്. എനിക്കുണ്ട് 4 പേരക്കുട്ടികൾ. അപ്പം നല്ല എല്ലാവർക്കും ഈ ഗ്രാൻഡ് പാരൻസിന് ഇങ്ങനത്തെ ക്ലാസ് കൊണ്ടുവന്ന മാമിന് ആദ്യം ഞാൻ നന്ദി പറയാണ്. താങ്ക് യു. Thank you. നല്ല ഇപ്പൊ നമുക്കും അത് ഈ പഴയ ആൾക്കാരൊക്കെ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയിരുന്നത്. ഇപ്പൊ ഓരോരുത്തര് നമ്മുടെ മാം പറയുന്ന പോലെ ഞാനും കണ്ടിട്ടുണ്ട്. ഈ കുറെ പേരക്കുട്ടികളൊക്കെ ഉള്ളവരെ കുറെ മക്കളും ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് പലരോടായിരിക്കും എല്ലാവരും അവർക്ക് ഇഷ്ടപ്പെടാൻ കഴിയില്ല. 1-2 കുട്ടി കുറച്ചു പേരെ മാത്രം നന്നായി നോക്കുക, മറ്റുള്ളവരോട് ഒരു അവഗണന കാണിക്കുക. അതൊക്കെ എത്ര വിഷമം ഉണ്ടാക്കുന്ന. അവരുടെ പിന്നെ അവരുടെ മറ്റൊരു മകനായിരിക്കും, മകന്റെ ഭാര്യയ്ക്കൊന്നും അത് പിടിക്കൂലല്ലോ, അത് ഇഷ്ടാവൂലല്ലോ. അപ്പൊ ഈ ക്ലാസ് ശരിക്കും എല്ലാവർക്കും കിട്ടേണ്ട ക്ലാസ്സാണ്. നല്ല ക്ലാസ്, നല്ല സൂപ്പർ ക്ലാസ് മാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് സലീല മാം. കണ്ടതിൽ സന്തോഷം. ഓക്കെ, നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും, കാണേണ്ടവർക്ക്. ഓക്കെ, എല്ലാവരും കാണട്ടെ. മൈമുന മാം, ഒരുപാട് നാളായല്ലോ മൈമുന മാമിനെ കണ്ടിട്ട്. എവിടെ പോയി? മൈമുന മാമിനെ അന്ന് സാറിന്റെ വീട്ടിൽ വെച്ച് കണ്ടതാണ്. ശരി. അവന്റെ രക്ഷയും സമാധാനവും എല്ലാവർക്കും ഉണ്ടാവട്ടെ. എന്താ നല്ല ഉഷാറുണ്ട്. ക്ലാസ് ഇന്ന് സൂപ്പറാണ്. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പോഴാണ് വിഷയം നോക്കിയത്. നോമ്പൊക്കെ പല കാര്യങ്ങളിലും തിരിഞ്ഞുപോയി. അപ്പം കണ്ടത്. അപ്പൊ നീ വോയിസ് കേൾക്കും ഒഴിവുണ്ടാകുമ്പം, എന്നിട്ട് എഴുതി വെക്ക്, പോയിന്റുകളൊക്കെ നോട്ട് ചെയ്യും. അപ്പൊ എന്റെ മോളും പേരക്കുട്ടിയുണ്ട് ഇവിടെ. 3 പേരക്കുട്ടി. അൽഹംദുലില്ലാ. അതായത് നമ്മള് ആദ്യമൊക്കെ ഇങ്ങനെ തോന്നിയിരുന്നു, EFT വരുന്നതിന് മുമ്പ് കുട്ടികൾ എന്താ എൻ്റെ അടുത്ത് വരാത്തത് എന്നുള്ളതൊക്കെ തോന്നലുണ്ടായിരുന്നു. പിന്നെ EFT വന്ന ശേഷം മനസ്സ് മാറ്റം വരുത്തി. നല്ല മാറ്റമുണ്ട്. നമ്മൾക്ക് ഇങ്ങോട്ട് വന്നില്ലെങ്കിൽ കുട്ടികൾ ഇങ്ങോട്ട് ഇപ്പൊ വരുന്നുണ്ടോ കുട്ടികള്?
ആ വരുന്നുണ്ട്. വരാഞ്ഞിട്ടല്ല, വരുമ്പോ ആ, നമ്മള് പരിഗണിച്ചാ മതിയല്ലോ എന്ന് തോന്നി. ആ, വരാ ആ, വെറുതെ ഇങ്ങനെ വിളിച്ച് ഇങ്ങനെ കൂട്ടി ആ, അവരോട് ദേഷ്യം പിടിച്ചിട്ട് എന്താ കാര്യം? അതില്ലല്ലോ. അതെ അതെ മക്കളോട് ദേഷ്യം പിടിക്കണ്ടല്ലോ. അതെ. വരാ അപ്പം ഇഷ്ടമുണ്ടെങ്കിൽ വന്നോട്ടെ. നമ്മൾ സ്നേഹത്തിൽ മാത്രം പഠിച്ചു, അത് മാറ്റം വരുത്തി. പിന്നെ എനിക്ക് പ്രധാനമായിട്ട് ഇപ്പൊ പറയാനുള്ള ഒരു കാര്യം, ഞാനൊരു ക്ലാസ് ഏറ്റെടുത്തിട്ടുണ്ട്. ഇവിടുത്തെ പ്രദേശത്ത് കുറെ ക്ലാസ് എടുക്കണം. അപ്പോൾ ഒരു 30 ക്ലാസ് അല്ല, വെള്ളിയാഴ്ച ഒഴിവാക്കിയിട്ടുള്ള ബാക്കിയുള്ള ക്ലാസ്സുകളിലേക്ക് ഒരു 14-ാം തീയതി ഒരു ക്ലാസ് ഏറ്റെടുത്തിട്ടുണ്ട്. അതിന് ഞാൻ കൊടുത്തത് വിഷയം നന്ദി പറയുന്നതിന്റെ മഹത്വം എന്നാണ്. ഓ ഞാൻ അധികം ഈ ഇത് മാറിയിട്ട് ഇതിൽ മുഴുവനായി പോവാന്നാണ്, EFT വന്നു പോവാന്നുള്ള പേടിയിൽ ഒക്കെയാണ്. പക്ഷെ എനിക്ക് EFT എന്ന് കുറെ കാര്യം എനിക്ക് എടുക്കാനും ഉണ്ട്. അപ്പം മാം, ഞാൻ ഫോൺ നമ്പർ നോക്കിയിരുന്നു, കണ്ടില്ല. അപ്പം കുറച്ച് പോയിന്റുകളൊക്കെ എനിക്ക് പറഞ്ഞു തരണം, അതിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ. എന്തായാലും ഈ EFT പറയുന്നത് എനിക്ക് പവർഫുൾ ആണ്. എൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ എനിക്കെല്ലാം പവർഫുൾ ആണ്. ഞാൻ അതിലുള്ള തെളിവുകൾ ഖുർആനിൽ നിന്ന് കണ്ടെത്തും, എന്നിട്ട് അതിലേക്കുള്ള പോയിന്റുകൾ എടുക്കും. എന്തായാലും എല്ലാം ഓരോന്ന് ഞാൻ പറഞ്ഞു കൊടുക്കലാണ്. സെൽഫ് ലവ് ആണെന്ന് പറഞ്ഞു കൊടുക്കും. അതുപോലെ തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് മഹത്വമാണല്ലോ ഇപ്പൊ പറയുന്നത്. അത് വളരെയധികം പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് പറഞ്ഞു കൊടുക്കും. അതിലൂടെ അസുഖം മാറുന്നു പറഞ്ഞു കൊടുക്കും. വേണമെങ്കിൽ ഒരു ടാപ്പിങ്ങും ചെയ്ത് അവരെ സന്തോഷിപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നത്. കുറച്ച് പോയിന്റുകൾ മാം എനിക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ, വോയിസിലൂടെ ഇട്ട് തന്നാൽ മതി. ആയിക്കോട്ടെ. അതായത് അപ്പം നല്ല കാര്യങ്ങളിൽ പോകാൻ എല്ലാം കഴിയുന്നുണ്ട്. എല്ലാവരോടും ഞാൻ പറയും, ഈ ഇതിലേക്ക് വന്നത് നമുക്ക് പവർഫുൾ ആണ്, നമ്മളെ ഈമാൻ വർദ്ധിക്കുന്ന ഒരു കാര്യങ്ങളാണ് ഇതിലെല്ലാം പറഞ്ഞു തരുന്നതെന്ന് ഞാൻ എല്ലാവരോടും പറയും. അതുകൊണ്ട് ഈ ഗ്രൂപ്പിൽ എല്ലാവരും കാണുമ്പോൾ തന്നെ, ഞാൻ വീഡിയോയിൽ ചിലപ്പോൾ വരാറില്ല, രാവിലെ കുറെ കാര്യങ്ങൾ ചെയ്യാണ്ട് വീട്ടിലെ എല്ലാ പണികളും ഞാൻ തന്നെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ പറയും, എൻ്റെ അടുത്ത് പൈസേനെ കണക്ക് പറയും, ഞാൻ പറയും ഞാൻ വീട്ടിലെ എല്ലാ പണിയും ചെയ്യുന്നത്, അതുകൊണ്ട് 500 റുപ്യ ഒന്ന് എനിക്ക് തരണം പറയും ഞാൻ. അപ്പം പിന്നെ വേറെ ചോദിക്കാനുള്ള അവകാശമില്ലല്ലോ. നമ്മള് പൈസ ഉണ്ട്, എന്നാലും ധാരാളം നമ്മൾ, അതായത് ഹെൽത്തിയാണ്, അത് നല്ല മനസ്സോടുകൂടി കഴിയാൻ പറ്റുന്നുണ്ട്. നമ്മളെ കയ്യിൽ പൈസ ഇല്ലാത്തൊരവസ്ഥ ഈ EFT വന്ന ശേഷം ഉണ്ടായിട്ടില്ല. ഇല്ലാന്നുള്ള തോന്നൽ ഉണ്ടായിട്ടേ ഇല്ല. ഉണ്ട് തന്നെയാണ്. നല്ല വെൽത്തി മൈൻഡ് സെറ്റിലൂടെ പോകുന്നുണ്ട്. അൽഹംദുലില്ലാ. ഇനി ഇവിടെ ടാപ്പിങ്ങും ഒന്നും ഞാൻ കൂടിയില്ലെങ്കിലും ഞാൻ സ്വയം ചെയ്യും, മനസ്സിൽ ചെയ്യും, മറ്റും ഓക്കെ. ചെയ്തു കൊടുക്കും. ഫോർഗീവ് എന്ത് വന്നാലും, നമ്മൾ കുറെ ക്ലാസ്സുകൾ കേട്ടിട്ടുണ്ടല്ലോ, അതെല്ലാം റിവ്യൂ വരെ ഞാൻ പറഞ്ഞതാണ്, എല്ലാം നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലേക്ക് മാറിപ്പോവും. അതാണല്ലോ ഖുർആനിലെ പ്രത്യേകത എന്ന് പറയുന്നത്, ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് നമ്മളെ മനസ്സ് മാറി പോവും. അപ്പൊ ക്ലാസ്സുകൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കും. നല്ല പവർഫുള്ളായി അൽഹംദുലില്ലാ പോകുന്നുണ്ട്. ഇത്രയും അൽഹംദുലില്ലാ പറയാൻ പഠിപ്പിക്കാനാണ് ഇനി പോകുന്ന ക്ലാസ്. അതുകൊണ്ട് ഓക്കെ, താങ്ക് യു സോ മച്ച് മൈമുന മാം. അപ്പം എല്ലാ വിജയാശംസകളും. അടിപൊളിയാവട്ടെ ക്ലാസ്. ഓക്കെ. നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പിൽ മൈമുന മാം അരീക്കോട് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. യെസ്, മൈമുന മാം അരീക്കോടാണ്. ഓക്കെ ഓക്കെ. അപ്പോ താങ്ക് യു സോ മച്ച് മൈമുന മാം. സഫിയ മാം സംസാരിച്ചോളൂ. ഞാൻ അൺമ്യൂട്ട് ഓപ്ഷൻ തരുന്നുണ്ടല്ലോ. ഓക്കെ, സാജിദ മാം സംസാരിക്കട്ടെ. ഓക്കെ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. അൽഹംദുലില്ലാ. EFT ഒരു മഹാസംഭവം തന്നെ. എന്തായാലും എന്നും ഇനിയിപ്പോ ഇതില് പറയണ്ടെങ്കിലും എന്നും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്. പിന്നെ മാമിന്റെ ക്ലാസ് സൂപ്പർ ആയിരുന്നു. എനിക്ക് എന്റെ കാര്യം പറയുന്നുണ്ട്, എന്റെ പേരക്കുട്ടിയുടെ കാര്യം പറയുന്നത് കൺഫ്യൂഷനാണ്. ഞാൻ എന്തായാലും എന്റെ ഉമ്മാന്റെ ഉമ്മ എന്നെ നല്ല നോക്കിയിട്ട്, എനിക്ക് ഉമ്മാനെയൊന്നും അല്ല, ഉമ്മാന്റെ ഉമ്മയാണ് നല്ലോണം എന്നെ കൊണ്ടുപോകും. എപ്പോഴും എനിക്കത് കുറച്ച് ദിവസങ്ങളായിട്ടുള്ളത് കഴിഞ്ഞിട്ട് അങ്ങനെ തോന്നണു. പിന്നെ ഞങ്ങക്ക് 7 പേരക്കുട്ടികളുണ്ട്. ഇപ്പൊ ഇവിടെ ആരുമില്ല. മരുമോൾ പ്രസവിച്ച് കിടക്കുക. പിന്നെ മക്കൾ 2 പെൺമക്കളാണ്, ഒരു ആൺകുട്ടിയാണ്. അപ്പം അതിന് ഗൾഫിലാണ്. ഇപ്പൊ ഞങ്ങൾ 2 പേര് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇപ്പൊ അവര് ചെറിയ മോള് പിന്നെ വേറെ വീട് താമസം അങ്ങനെ മാറിപ്പോയല്ലോ അവര്. അപ്പൊ ഓന് പനി വന്നാ വിളിക്ക ഉമ്മ, അവളുടെ മോനെ, ഉമ്മ എനിക്ക് പനിയാണ് വരുവോ ചോദിക്കും. അങ്ങനെ പിന്നെ എന്താ പറഞ്ഞാല് ഞങ്ങള് വളരെ ഹാപ്പി ആയി പോണു. ഈ EFT വന്നതിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്ന് ഒരുപാട് അനുഗ്രഹം ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണു. എന്നും ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്. പിന്നെ എന്താ പറഞ്ഞാല് കൊറേ പറയാനുള്ളത് കൊണ്ട് ഏതാ പറയുന്നത് തന്നെ എനിക്ക് അറിയില്ല. താങ്ക് യു സാർ, താങ്ക് യു മാം, താങ്ക് യു. ഇനിയിപ്പോ എല്ലാവർക്കും താങ്ക് യു സോ പറയണ്ടേ. മച്ച്. ഒരുപാട് സന്തോഷം. നന്നായിട്ട് എൻജോയ് ചെയ്യുക. ഓക്കെ. ഗഫൂർ സാർ കാണുന്നുണ്ട് കേട്ടോ.
ഓക്കെ, ഒരുപാട് സന്തോഷം. നിങ്ങൾ മ്യൂട്ടാണ്. സജിത മാം അൺമ്യൂട്ട് ചെയ്തോളൂ. നമ്മളെ ടൈമായി 8:25 ആവും. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ആദ്യമായി EFTയിൽ വരാൻ സാധിച്ചതിന് ഒരുപാട് നന്ദി. എന്തൊക്കെ സന്തോഷം. എത്ര നന്ദി പറഞ്ഞാലും തീരൂല, അത്രക്കും സന്തോഷാണ്. പിന്നെ ഇന്നലെ എനിക്ക് ക്ഷീണം ഞാൻ പറഞ്ഞില്ലല്ലോ, അപ്പൊ മാമ് പറഞ്ഞു ഇങ്ങനെയൊക്കെ വിഷയങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞതിന് ശേഷം എനിക്ക് ചെയ്യാൻ പറ്റൂല എന്ന് വിചാരിച്ച സംഗതികൾ വരെ ഇന്നലെ ഞാൻ ചെയ്ത്. വളരെ സന്തോഷം. മേമിനെ കണ്ടപ്പോ പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഡ്രസ് ചെയ്തില്ല, ലാസ്റ്റ് അപ്പൊ ചെയ്തത്. വളരെ സന്തോഷം. പിന്നെ പറഞ്ഞാല് ഈ ക്ലാസ് എന്താ എല്ലാവർക്കും കിട്ടണം. എന്താന്ന് പറഞ്ഞാല് നമ്മൾ ഈ പേരക്കുട്ടികളെ എങ്ങനെയൊക്കെയാണ് കൊണ്ട് നടക്കേണ്ടത്, എന്തെല്ലാം രീതിയിലാണ് നമുക്ക് അവരെ കൊണ്ട് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കി തന്നു. പക്ഷെ എനിക്കൊണ്ട് 2 പേരക്കുട്ടികള്. എന്തുണ്ടെങ്കിലും എന്താ പറഞ്ഞാല് പിന്നെ മകളെ കൊണ്ട് എന്തെയും പ്രശ്നം ഉണ്ടായാലും വേഗം ഓടി വന്നിട്ട് നമ്മളെ കൊണ്ടാണ് പരാതികൾ പറയാ. എന്നാല് ഓളൊന്നും വേണ്ട, നമ്മളെ തന്നെയാണ്. അപ്പൊ നമുക്കൊരു ഇഷ്ടാണ്. എന്തിങ്ങനെ ചെറിയ കുഞ്ഞു കുട്ടികളല്ലേ, അപ്പൊ നമുക്കോട് ഇങ്ങനെ ഒരു കാര്യം പറയുമ്പോ നമുക്ക് ഒന്നും കൂടി ഒരു സന്തോഷാണ്. നമുക്ക് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇനി എന്തെങ്കിലും ടെൻഷനോ വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഓലെ കാണുമ്പോ നമുക്ക് എല്ലാം അങ്ങോട്ട് മാറിപ്പോവും. വളരെ സന്തോഷാണ്. ഈ മക്കള് എന്ന് പറഞ്ഞാല് ചെറിയ കുട്ടികളല്ലേ. ഏതായാലും EFTയിൽ വരാൻ സാധിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് എനിക്കിപ്പോ പലതും ഇന്നലെ ക്ഷീണം വന്ന്, പിന്നെ കണ്ണിന്റെ വിഷയങ്ങൾ വന്ന്, ഇതൊക്കെ ഇപ്പൊ EFTയിൽ വന്നതിന്റെ ശേഷം നമ്മള് ഡോക്ടറെ അടുത്ത് ഓടിയിട്ട് നമുക്ക് പല മരുന്നുകളും അതും ഇതൊക്കെ കഴിക്കും. പക്ഷെ ഇതിലിപ്പോ നമുക്ക് ഈ കൊടുക്കുന്ന പൈസ എന്താ പറഞ്ഞാല് ഒരിക്കലും അധികമല്ല. നമുക്ക് ഇപ്പൊ ഈ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും നിങ്ങളോട് പറയാം. മറ്റേത് നമ്മള് ഒരാളില്ലല്ലോ നമുക്ക് പറയാന്. ഇതിപ്പോ ഈ പ്ലാറ്റ്ഫോമിൽ വന്നതുകൊണ്ട് നമുക്ക് വിഷയങ്ങൾ അവതരിപ്പിക്കാം. അപ്പൊ എന്ത് ചെയ്യും, അതിനുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തരും. അതൊക്കെ വളരെ സന്തോഷാണ്. നമുക്കൊരാള് നമ്മളെ പിന്നിലുണ്ട് എന്നുള്ളൊരു ഒരാളല്ല കേട്ടോ, ഒരുപാട് ആൾക്കാർ നമ്മളെ കൂടെ ഉണ്ട് ഉള്ളതുപോലെയാണ്. നമുക്ക് എല്ലാ വിഷയങ്ങൾക്കും ഇതില് ഓക്കെ, സൊല്യൂഷൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സൈത മാം. ഒരുപാട് സന്തോഷം. ഓക്കെ, നമുക്ക് സക്കീന മാമിനും കൂടെ ഒരു ചാൻസ് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ടൈം ഒത്തിരി ആയി. അൺമ്യൂട്ട് ചെയ്തോളൂ. ഹലോ, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റണില്ല. ഓക്കെ, എന്നാല് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ സംസാരിക്കാം. ഓക്കെ, ഞാൻ ഓപ്ഷൻ തരുന്നുണ്ട് നിങ്ങൾക്ക് കേട്ടോ. ഞാൻ അൺമ്യൂട്ട് ഓപ്ഷൻ തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്നാല് നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോ ക്ലാസ് കേട്ട എല്ലാവർക്കും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഒത്തിരി നന്ദി അറിയിക്കുന്നു. ഇനിയും നിങ്ങൾ ഇതുപോലെയുള്ള ക്ലാസ്സുകൾ, ഇതിപ്പോ ഒരാള് സജസ്റ്റ് ചെയ്തൊരു ക്ലാസ് ആണ് ഇങ്ങനെ ഗ്രാൻഡ് പാരന്റിങ്ങിനെ കുറിച്ച്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകമായിട്ടും ഏതെങ്കിലും ടോപ്പിക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോ എല്ലാവർക്കും ഒത്തിരി നന്ദി. എല്ലാവിധ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. സൂപ്പർ ക്ലാസ്. താങ്ക് യു മാം. താങ്ക് യു ജോൾ. താങ്ക് യു.